സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. ദിസ് ഇസ് ജിബിൻ. നമ്മുടെ രണ്ടാമത്തെ സബ്ജക്റ്റ് S3 ഇലക്ട്രോണിക്സിന്റെ സെക്കൻഡ് സബ്ജക്റ്റ് ആണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ. നമ്മൾ ഓൾറെഡി സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനലോഗ് സർക്യൂട്ട്സിനെ കുറിച്ചൊരു ബ്രീഫ് ഐഡിയ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അനലോഗ് സർക്യൂട്ട്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കോർ സബ്ജക്റ്റ് ആണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് കോർ പേപ്പറുകൾ, ഒന്നാണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ, ഒന്നാണ് സർക്യൂട്ട്സ്. ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്നുള്ളത് സർക്യൂട്ട് പോലെയല്ല, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതായത് കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം വരുന്ന ഡിസൈൻ ടൈപ്പ് ഒരു സബ്ജക്റ്റാണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ. ശരിക്കും നമ്മളൊരു മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു ലാഘവത്തിൽ നമുക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതിലെ കാര്യങ്ങളൊക്കെ. സർക്യൂട്ട്സിൻ്റെയൊക്കെ കേസിൽ നമ്മൾ കുറേ ഇമാജിനേഷൻ നമുക്കുണ്ട്. നമുക്ക് അറിയാത്തൊരു കോമ്പണൻ്റ് ആണ്, അതിൻ്റെ കറണ്ട് എങ്ങനെയാണ്, വോൾട്ടേജ് എങ്ങനെയാണ്, നമുക്ക് കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. ഇവിടെ അങ്ങനെയല്ല, ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലി ന്യൂമറിക്കൽസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സബ്ജക്റ്റ് പഠിക്കാം. നിങ്ങളെ മെയിൻ കോർ പേപ്പർ ആണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്രയും ക്രൂഷ്യലാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ നിങ്ങൾ ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ത് ചെയ്യണം, പഠിക്കണം, നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാൻസ് തന്നെ നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ ശ്രമിക്കണം. ഇതൊക്കെ ബാക്ക് പേപ്പർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലിയർ ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റ് എന്താണ്, അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു ജനറൽ ഇൻട്രോ ഞാൻ തരാം. പിന്നെ എന്തൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലാണ് നമുക്ക് ലോജിക് സർക്യൂട്ട് ഡിസൈൻ ആവശ്യം വരിക, ഇത് ഞാൻ നിങ്ങൾക്ക് വളരെ വൈഡായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ? ഇതിൻ്റെ സിലബസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി 4 മൊഡ്യൂളുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സർക്യൂട്ട്സ്, അതുപോലെ തന്നെ റിവ്യൂ ഓഫ് നമ്പർ സിസ്റ്റം റെപ്രസെൻറ്റേഷൻ, കൺവേർഷൻ, അരിത്തമെറ്റിക് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം, സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പേഴ്സ്, BCD, അതുപോലെ തന്നെ ബൂലിയൻ അൽജിബ്ര, തിയറംസ്, സം ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സം സിംപ്ലിഫിക്കേഷൻ, കനോണിക്കൽ ഫോം, മിൻ ടേം ആൻഡ് മാക്സ് ടേം, സിംപ്ലിഫിക്കേഷൻ ഓഫ് ബൂലിയൻ എക്സ്പ്രഷൻ, കർണോഫ് മാപ്പ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൂലിയൻ എക്സ്പ്രഷൻ യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്. ഇത്രയും പാർട്ടാണ് വരുന്നത്. ശരിക്കും വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അത്രയും വൈഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സിൻ്റെ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്പർ സിസ്റ്റം, വേരിയസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസ് പഠിക്കാനുണ്ട്. ശരിക്കും നമുക്ക് അറിയാവുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം, നമുക്കറിയാവുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്, എണ്ണൽ സംഖ്യകൾ അല്ലേ. അതുപോലെ ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്നുള്ള ഒരുപാട് നമ്പർ സിസ്റ്റംസ് പഠിക്കാനുണ്ട്. അതിൻ്റെ മ്യൂച്വൽ കൺവേർഷൻസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ ആപ്ലിക്കേഷൻസിൽ ഏതൊക്കെ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സ്പ്രഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക, അതിൽ ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യും, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ലോജിക് സർക്യൂട്ട് ഡിസൈനിൽ പഠിക്കാനുള്ളത്. ലോജിക് സർക്യൂട്ട് ഡിസൈനിൻ്റെ സിലബസ് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ ടോപ്പിക്കിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ സിസ്റ്റം ആൻഡ് ബൈനറി അരിതമെറ്റിക്, അതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻസ് ആണ് നോക്കാനുള്ളത്. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 4 നമ്പർ സിസ്റ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ നമ്പർ സിസ്റ്റം ആണ്? ഒന്ന് ബൈനറി, ഒന്ന് ഡെസിമൽ, ഒന്ന് ഒക്ടൽ, ഒന്ന് ഹെക്സാഡെസിമൽ. ബൈനറി എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം, 2ആണ് അതിൻ്റെ ബേസ്. ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10 ആണ്, ഒക്ടൽ എന്ന് പറഞ്ഞാൽ 8 ആണ്, ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇങ്ങനെ 4 നമ്പർ സിസ്റ്റംസ് പഠിക്കാനുണ്ട്. ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10, 0 മുതൽ 9 വരെ. ബൈനറി എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം. ഒക്ടൽ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 7 വരെ. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 9 വരെ. പിന്നെ ABCDEF, 10ന് A, 11ന് B, 12C, 13D, 14E, 15F. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് വരുന്ന നമ്പർ സിസ്റ്റത്തിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡിലാണ് നമുക്കിത് ആവശ്യം വരിക? മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രൊസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സിലാണ്. അതായത് ഓപ്പറേറ്റ് യൂസിങ് ബൈനറി ഡാറ്റ ഫോർ ഇൻസ്ട്രക്ഷൻ ആൻഡ് മെമ്മറി അഡ്രസ്സിംഗ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ മെഷീൻസ് ഒക്കെ റീഡ് ചെയ്യുന്ന ബൈനറി സിസ്റ്റംസ് ആണ്, 0, 1 മാത്രമേ റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഏതൊരു മൈക്രോ പ്രൊസസ്സറും ഏതൊരു മൈക്രോ കൺട്രോളറും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ
പാർട്ട് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം ആണ്. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം മൈക്രോ പ്രൊസസ്സേഴ്സിലും മൈക്രോ കൺട്രോളേഴ്സിലും. എന്താണ് കൺട്രോളേഴ്സ്, എന്താണ് പ്രൊസസ്സേഴ്സ്? നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ട് അല്ലേ, നമ്മുടെ പ്രൊസസ്സറും കൺട്രോളറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതാണ് ശരിക്ക് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രാക്ടിക്കലി നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇതൊക്കെ. പിന്നെ വരുന്ന ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസിൽ യൂസ് ചെയ്യാം. അതായത് ഡാറ്റ എൻകോഡ് ചെയ്യാൻ, ഡാറ്റയെ ഡീകോഡ് ചെയ്യാൻ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ആസ്കി അതുപോലെ തന്നെ BCD പോലത്തെ നമ്പേഴ്സൊക്കെയാണ് ഡാറ്റ എൻകോഡിങ്ങിനും ഡീകോഡിങ്ങിനും യൂസ് ചെയ്യുക. അപ്പോൾ ഡാറ്റയെ നമുക്ക് എൻകോഡ് ചെയ്യണം, എൻകോഡ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം, എന്നിട്ട് അതിനെ തിരിച്ച് ഡീകോഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്പർ സിസ്റ്റംസ് യൂസ് ചെയ്യാം. അതുപോലെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്ന ഒരു വൈഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻസ്ട്രുമെന്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ യൂസ് ഓഫ് ബൈനറി കോഡഡ് ഔട്ട്പുട്ട് ഇൻ മെഷർമെന്റ് സിസ്റ്റം. മെഷർമെന്റ് സിസ്റ്റം ഒക്കെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ആണ്. ഇതുപോലത്തെ മെഷർമെന്റ് സിസ്റ്റത്തിലൊക്കെ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പർ സിസ്റ്റംസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡാറ്റ സ്റ്റോറേജ്, ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ബൈനറി ഫോം ഇൻ ഫ്ലാഷ് ഡ്രൈവ്, റാം ആൻഡ് ഹാർഡ് ഡിസ്ക്. എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഹാർഡ് ഡ്രൈവിലും പെൻ ഡ്രൈവിലും അതുപോലെ റാമിലും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്? ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ളത് ബൈനറി ഡാറ്റയാണ്. അപ്പോൾ ഡാറ്റ സ്റ്റോറേജ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാം, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മൈക്രോ പ്രൊസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ നമ്പർ സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു പാർട്ടാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രോ എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ഇനി സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻഡ് നമ്പേഴ്സും അൺസൈൻഡ് നമ്പേഴ്സും എന്താ? അപ്പോൾ +5 -5 അല്ലെ, അതിന്റെ പൊളാരിറ്റി ഇല്ലാതെ നമുക്ക് പറയാം 5, 4, 3 എന്ന് പറയാം. അപ്പം അൺസൈൻഡ് നമ്പേഴ്സും സൈൻ നമ്പേഴ്സും നമ്മൾ ബൈനറിൽ റെപ്രസെന്റ് ചെയ്യും. അതിന്റെ ബേസിക് ആപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം, അതായത് ബാങ്കിങ് പോലത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പേഴ്സ് വേണ്ടി വരും. ഇറ്റ് ഈസ് പ്രിഫേർഡ് ഇൻ ഡിജിറ്റൽ കാൽക്കുലേറ്റേഴ്സ് ആൻഡ് ബില്ലിംഗ് മെഷീൻ ടു അവോയ്ഡ് റൗണ്ട് ഓഫ് എറേഴ്സ്. റൗണ്ട് ഓഫ് എറേഴ്സ് ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് BCD എന്നുള്ളൊരു നമ്പർ സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിൽ. അതൊരു മേജർ ആപ്ലിക്കേഷൻ അല്ലേ? എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം. എന്താണ് എംബഡഡ് സിസ്റ്റം? എ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇസ് കോൾഡ് എംബഡഡ്. അപ്പോൾ ഇതുപോലത്തെ എംബഡഡ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് സാധാരണ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ സൈൻഡ് നമ്പേഴ്സും അൺസൈൻഡ് നമ്പേഴ്സും യൂസ് ചെയ്യാൻ പറ്റും. അതായത് യൂസ് ഓഫ് സൈൻഡ് ഓർ അൺസൈൻഡ് ഡാറ്റ ഫോർ സെൻസർ റീഡിംഗ്, ടെമ്പറേച്ചർ മെഷർമെന്റ് എക്സെട്ര. ഇതുപോലത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈൻഡ് നമ്പേഴ്സും അൺസൈൻഡ് നമ്പേഴ്സും യൂസ് ചെയ്യാം. പിന്നെ ഡിജിറ്റൽ കൗണ്ടേഴ്സിലാണ് നമ്മൾ അടുത്ത് യൂസ് ചെയ്യുന്നത്. അതായത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡീകേഡ് കൗണ്ടേഴ്സ് ആൻഡ് BCD അപ്പ് ഡൗൺ കൗണ്ടേഴ്സ്. ഇപ്പൊ എനിക്കൊരു കൗണ്ടർ ഉണ്ടാക്കണം, 0 മുതൽ 100 വരെ കൗണ്ട് ചെയ്യുന്ന ഒരു കൗണ്ടർ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു കൗണ്ടർ നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇതിന് വേണ്ടത് എന്താണ്? ഇതുപോലത്തെ സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പേഴ്സിന്റെ സ്പെസിഫിക്കേഷൻസ് വേണ്ടി വരും. പിന്നെ നമുക്ക് വരുന്നൊരു ആപ്ലിക്കേഷൻ ബൂലിയൻ അൽജിബ്ര എന്ന ആപ്ലിക്കേഷൻ ആണ്. ബൂലിയൻ അൽജിബ്ര എന്നുള്ള ടോപ്പിക് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബൂലിയൻ തിയറംസ് പഠിക്കാനുണ്ട്. ഒരു വലിയ ബൂലിയൻ എക്സ്പ്രഷൻസിനെ എന്തൊക്കെ മെത്തഡോളജി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഒരു ലോജിക് സർക്യൂട്ട് ഡിസൈൻ. ഇപ്പോൾ നമുക്കൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം. ആ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെ കൗണ്ട് ചെയ്യും. ഇങ്ങനൊരു കൗണ്ടർ എനിക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ബൂലിയൻ അൽജിബ്ര ആവശ്യം വരും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിസൈനിങ് ഓഫ് കോമ്പിനേഷൻസ്, എൻകോഡർ, ഡീകോഡർ ആൻഡ് മൾട്ടിപ്ലക്സർ. ഇതൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ആണ്. ഈ സർക്യൂട്ടിന്റെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ബൂലിയൻ തിയറംസ് അറിയണം. ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് പറയാം. പിന്നെ ഒപ്റ്റിമൈസേഷൻ, അതായത് സിംപ്ലിഫൈങ് ലോജിക് എക്സ്പ്രഷൻ ഹെൽപ്പ് റെഡ്യൂസസ് ദി നമ്പർ ഓഫ് ഗേറ്റ്സ് ഇൻ ICs, സേവിങ് കോസ്റ്റ് ആൻഡ് പവർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിന്റെ സൈസ് നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ബൂലിയൻ എക്സ്പ്രഷൻ, ഒരു 10 ലൈനുള്ള ഒരു ബൂലിയൻ എക്സ്പ്രഷൻ നമ്മളൊരു സിംഗിൾ ലൈനായിട്ട് കൺവേർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ കോംപ്ലക്സിറ്റി കുറയും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലേക്കൊക്കെ ഇംപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഇത് വരുന്നത്. പിന്നെ ഡിജിറ്റൽ ട്രബിൾ ഷൂട്ടിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. ബൂലിയൻ ഇക്വേഷൻസ് ഹെൽപ്പ് ഇൻ അനലൈസിങ് ആൻഡ് ഫിക്സിങ് ലോജിക് ഫോൾട്ട്. ഒരു വലിയ ലോജിക് സർക്യൂട്ട്സിന്റെ ഫോൾട്ട് നമുക്ക് ഇതുപോലത്തെ ബൂലിയൻ അൽജിബ്ര അല്ലെങ്കിൽ ബൂലിയൻ തിയറംസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ നമുക്ക് വരുന്നത് കെ മാപ്പ് എന്നുള്ള ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ കർണോഫ് മാപ്പ്. നിങ്ങൾ കണ്ടോ എന്താ റീഡ് ചെയ്യുക? കെ മാപ്പ് അല്ലെങ്കിൽ കർണോഫ് മാപ്പ്. 4 വേരിയബിൾ വരെയുള്ള കർണോഫ് മാപ്പാണ് നമുക്ക് സിലബസിലുള്ളത്.
അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ടൂൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് യൂസ്ഡ് ബൈ എഞ്ചിനീയേഴ്സ് ടു മാനുവലി മിനിമൈസ് ദി ലോജിക് ഫംഗ്ഷൻ ബിഫോർ ഓട്ടോമേഷൻ. അപ്പോൾ ഓട്ടോമേഷനൊക്കെ വരുന്നതിന് മുമ്പ് മാനുവലി നമ്മൾ എക്സ്പ്രഷൻസിനെ സിംപ്ലിഫൈ ചെയ്തിരുന്നു. ആ സിംപ്ലിഫൈ ചെയ്തത് KMAP യൂസ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ലോജിക് ഗേറ്റ് ഒപ്റ്റിമൈസേഷൻ reduces the cost, area and power consumption of circuits in VLSI and ASIC system. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലൊക്കെ നമ്മൾ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനും ഏരിയ കുറയ്ക്കാനും പവർ കൺസംഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഇതുപോലത്തെ KMAP സിംപ്ലിഫിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. ഇനി നമ്മളിവിടെ നമ്മുടെ സിലബസിൽ വരുന്ന യൂണിവേഴ്സൽ ഗേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മൾ വ്യത്യസ്ത തരം ഗേറ്റുകൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, എക്സോർ ഗേറ്റ്, എക്സ്നോർ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഗേറ്റ് പഠിച്ചിട്ടുണ്ടാവും. 2 യൂണിവേഴ്സൽ ഗേറ്റുകളാണ് നമുക്ക് സാധാരണ രീതിയിൽ പഠിക്കാനുള്ളത്. അതിലൊന്നാണ് നാൻഡ് ഗേറ്റും ഒന്നാണ് നോർ ഗേറ്റും. അപ്പോൾ ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും റെലവൻസ് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്നാ പറയാ. ഈ യൂണിവേഴ്സൽ ഗേറ്റ് വെച്ചിട്ട് ബാക്കി എല്ലാ ഗേറ്റുകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് നാൻഡ് നോർ ലോജിക് സർക്യൂട്ട്സിൽ നമുക്ക് യൂസ് ചെയ്യാം. റിയൽ വേൾഡ് സർക്യൂട്ട്സ് ഓഫൺ യൂസ് ഓൺലി നാൻഡ് ഓർ നോർ ഗേറ്റ് ഡ്യൂ ടു ദർ അവൈലബിലിറ്റി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ അല്ലെ ഏത് ഗേറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് FPG അല്ലെങ്കിൽ ASIC ഇംപ്ലിമെന്റേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസസ് ആണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഡിജിറ്റൽ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാം, സെക്യൂരിറ്റി സിസ്റ്റം. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഇൻട്രോ. ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്ന് നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം എന്നുള്ളൊരു പാർട്ടാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ സബ്ജക്റ്റ് എന്താണെന്നും ഈ സബ്ജക്റ്റിന്റെ റെലവൻസ് എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അനലോഗ് ഇലക്ട്രോണിക്സ് എന്താണ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്താണ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമ്മുടെ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു പാർട്ട് ശ്രദ്ധിക്കുക. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു തിയറി എക്സ്പ്ലനേഷൻ ആണ്. അതിനുശേഷമാണ് നമ്മുടെ മേജർ ടോപ്പിക്കിലേക്ക് പോകുന്നത്, നമ്പർ സിസ്റ്റം. സോ വാട്ട് ഈസ് അനലോഗ് ഇലക്ട്രോണിക്സ്? Analog electronics deals with continuous signal that can vary smoothly over a range. They are ideal for natural data like sound, light and temperature, but are more prone to noise and distortion. Common analog devices include radios, amplifiers and old style clocks. എന്താണ് ഈ അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ? നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നാണ്. അപ്പോൾ അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനലോഗ് സിഗ്നലുകൾ ഡീൽ ചെയ്യുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. സോ അനലോഗ് ഇലക്ട്രോണിക്സ് ഡീൽസ് വിത്ത് എ കണ്ടിന്യൂസ് സിഗ്നൽ ദാറ്റ് ക്യാൻ വേരി സ്മൂത്ത്ലി ഓവർ എ റേഞ്ച്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ കണ്ടോ? ഇത് ഓരോ സെക്കൻഡിലും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? ഓരോ സെക്കൻഡിലും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്? ഒരു അനലോഗ് സിഗ്നലാണ്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒരു അനലോഗ് സിഗ്നലാണ്. യെസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ പണ്ടത്തെ റേഡിയോസിലും ആംപ്ലിഫയേഴ്സിലും അതുപോലെ തന്നെ പഴയ അനലോഗ് ക്ലോക്ക് കണ്ടില്ലേ നിങ്ങൾ? അതിലൊക്കെ നമ്മൾ അനലോഗ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അനലോഗ് സിഗ്നലുകളെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ഇലക്ട്രോണിക്സിനെ നമുക്ക് അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയാം. എന്താണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ രണ്ട് പോയിന്റ് ഉള്ളൂ, ഒന്ന് ലോയും ഒന്ന് ഹൈയും, അല്ലേ? സോ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഹാൻഡിൽ discrete signal mainly using binary zeros and ones. So they offer higher accuracy, better noise resistance and are easier to store and process. Example include computers, smartphone and digital watches. അപ്പോൾ എന്താണ് നോർമലി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ? വൺസും സീറോസും തമ്മിൽ മാത്രം ഡീൽ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ഡിസ്ക്രീറ്റ് സിഗ്നൽ യൂസിങ് വൺസ് ആൻഡ് സീറോസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ കമ്പ്യൂട്ടേഴ്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്, സ്മാർട്ട് ഫോൺസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്, ഡിജിറ്റൽ വാച്ചസും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ഡിജിറ്റൽ സിഗ്നലാണ്. അവിടെ നമുക്ക് ആകെ വരുന്നത് ലോ എന്നുള്ള സിഗ്നലും ഹൈ എന്നുള്ള സിഗ്നലും. ഈ ലോ എന്നുള്ള സിഗ്നലിനെ ജനറലി നമ്മൾ 0 ആയിട്ട് പറയും, അല്ലെ? 1 എന്നുള്ള സിഗ്നലിനെ നമ്മൾ ജനറലി ഹൈ ആയിട്ട് പറയും. ഇതാണ് നോർമലി
അനലോഗ് ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ഇലക്ട്രോണിക്സും. എല്ലാവർക്കും ലോജിക്ക് മനസ്സിലായോ? യെസ്. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വാട്ട് ആർ ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്? അനലോഗ് ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ഇലക്ട്രോണിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സിഗ്നൽ ടൈപ്പ് എല്ലാവരും കണ്ടോ? സിഗ്നൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സിഗ്നൽ വേരി സ്മൂത്ത്ലി അല്ലേ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് സിഗ്നൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അനലോഗ്, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സീറോസും വൺസും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താ? ഡിജിറ്റൽ. എല്ലാവർക്കും മനസ്സിലായോ? ഫസ്റ്റ് കാറ്റഗറി മനസ്സിലായോ? അപ്പോൾ കണ്ടിന്യൂസ് സിഗ്നൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അനലോഗും, ഡിസ്ക്രീറ്റ് സിഗ്നൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഡിജിറ്റലുമാണ്. ഇനി ഡാറ്റ റെപ്രസെൻറ്റേഷൻ നോക്കിയേ. ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, കറന്റ്, ഫ്രീക്വൻസി വേരിയേഷൻസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. വോൾട്ടേജിൽ വരുന്ന വ്യത്യാസം, കറണ്ടിൽ വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെയാണ് നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ പറയുന്നത്. ബൈനറി നമ്പേഴ്സ് ആണ് നമ്മൾ എന്തിൽ പറയുന്നത്? ഡിസ്ക്രീറ്റിൽ പറയുന്നത്. അതായത് ഹൈ ആണെങ്കിൽ 1ഉം ലോ ആണെങ്കിൽ 0യും. ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്താന്ന് പറയുന്നത്. പിന്നെ ആക്യുറസിയെ കുറിച്ചാണ് പറയുന്നത്. ഹൈ പ്രിസിഷൻ ബട്ട് പ്രോൺ ടു നോയ്സ്. പ്രിസിഷൻസ് കൂടുതലായിരിക്കും, പക്ഷെ നോയ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പ്രോൺ ടു നോയ്സ് എന്നാണ് അല്ലേ? ഇവിടെ എന്താ? ഹൈലി ആക്യുറേറ്റ്. നോയ്സസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും, പക്ഷെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നത് ഹൈലി ആക്യുറേറ്റ് ആണ് വിത്ത് ഡിഫൈൻഡ് ലെവൽസ്. അപ്പോൾ ഹൈ പ്രിസിഷൻ ആൻഡ് പ്രോൺ ടു നോയ്സ് ആണെങ്കിൽ അത് അനലോഗ്, ഹൈലി ആക്യുറേറ്റ് ആണെങ്കിൽ അത് എന്താണ്? ഡിജിറ്റൽ. നോയ്സ് സെൻസിറ്റിവിറ്റി എങ്ങനെയായിരിക്കും ഇതിന്റെ നോയ്സ് സെൻസിറ്റിവിറ്റി വരുന്നത്? വെരി സെൻസിറ്റീവ് ടു നോയ്സ്. നോയ്സസിന് വെരി സെൻസിറ്റീവ് ആണെങ്കിൽ അത് അനലോഗ്, അപ്പോൾ പെട്ടെന്ന് നോയ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. ലെസ് സെൻസിറ്റീവ് ടു നോയ്സ് ആണെങ്കിൽ അത് ഡിജിറ്റൽ. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. സർക്യൂട്ട് കോംപ്ലക്സിറ്റി എന്നുള്ളത് സിമ്പിൾ ഫോർ ബേസിക് ടാസ്ക് ബട്ട് കോംപ്ലക്സ് ഫോർ പ്രിസിഷൻ. അതായത് സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾക്ക് ചെറിയ സർക്യൂട്ട് മതി, പക്ഷെ ഒരു കോംപ്ലക്സ് ടാസ്ക് ആണ് നമുക്ക് റൺ ചെയ്യാനുള്ളതെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അടുത്തത് കോംപ്ലക്സ് ഫോർ ബേസിക് ടാസ്ക്, ഈസിയർ ഫോർ പ്രിസിഷൻ. കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട്, ബേസിക് ടാസ്കുകൾ ചെയ്യാൻ വളരെ കോംപ്ലക്സ് ആണ്, പക്ഷെ പ്രിസിഷൻസ് വളരെ ഈസിയാണ്. ഓക്കെ, ഇതാണ് നോർമലി സർക്യൂട്ട് കോംപ്ലക്സിറ്റി. ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ആംപ്ലിഫയേഴ്സ്, റേഡിയോ, അനലോഗ് ക്ലോക്കുകളൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? അനലോഗ് ഇലക്ട്രോണിക്സിന്റെ എക്സാമ്പിൾസ് ആണ്. കമ്പ്യൂട്ടേഴ്സ്, കാൽക്കുലേറ്റേഴ്സ്, ഡിജിറ്റൽ വാച്ചസ് ഒക്കെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് പ്രോസസ്സിംഗ് സ്പീഡ്. പ്രോസസ്സിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നോർമലി കോംപ്ലക്സ് ടാസ്കുകൾക്ക് വളരെ സ്ലോവർ ആയിരിക്കും അനലോഗ് ഇലക്ട്രോണിക്സ്, ഫാസ്റ്റർ ഡ്യൂ ടു ഡിസ്ക്രീറ്റ് ഓപ്പറേഷൻ. നമ്മൾ ഡിസ്ക്രീറ്റ് ലെവൽസ് മാത്രം, രണ്ട് ലെവൽസ് മാത്രം കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫാസ്റ്റർ ആയിരിക്കും എന്ത്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇനി സ്റ്റോറേജ് പറയുകയാണെങ്കിൽ അനലോഗ് ഇലക്ട്രോണിക്സിന് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ, പ്രഷർ പോലത്തെ പാരാമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. അത് നമ്മൾ അനലോഗായിട്ട് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഡിജിറ്റൽ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്മൾ ഇതിനെ യുണീക്ക് കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ബൈനറി ഡാറ്റ സ്റ്റോറേജ് എന്നുള്ളത് വളരെ ഈസി ആയിരിക്കും ഡിജിറ്റലിൽ. ഇതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടിയോ? സോ വാട്ട് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്? അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന കണ്ടിന്യൂസ് സിഗ്നൽ ആയിരിക്കും, ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിരിക്കും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ. വോൾട്ടേജ്, കറണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി വേരിയേഷൻസ് ആയിരിക്കും അനലോഗ് ഇലക്ട്രോണിക്സിൽ എടുക്കുന്നത്. ബൈനറി നമ്പേഴ്സ് ആയിരിക്കും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ എടുക്കുന്നത്. ഹൈ പ്രിസിഷൻ ആയിരിക്കും, ഹൈലി ആക്യുറേറ്റ് ആയിരിക്കും ഡിജിറ്റൽ. വെരി സെൻസിറ്റീവ് ടു നോയ്സ് ആയിരിക്കും അനലോഗ്, ലെസ് സെൻസിറ്റീവ് ടു നോയ്സ് ആയിരിക്കും ഡിജിറ്റൽ. സർക്യൂട്ട് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക് ടാസ്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ കോംപ്ലക്സ് ടാസ്കിന് ഹൈ പ്രിസിഷൻസ് ആവശ്യം വരും. ബേസിക് ടാസ്ക് വളരെ കോംപ്ലക്സും ഈസിയർ ഫോർ പ്രഡിക്ഷനും ആയിരിക്കും അല്ലേ? ഇതാണ് ഡിജിറ്റൽ. ആംപ്ലിഫയേഴ്സ്, റേഡിയോസ്, അനലോഗ് ക്ലോക്കുകളൊക്കെ അനലോഗ് ഇലക്ട്രോണിക്സിന്റെ അണ്ടറിലാണ്. കമ്പ്യൂട്ടേഴ്സും കാൽക്കുലേറ്റേഴ്സും ഡിജിറ്റൽ വാച്ചസും ഒക്കെ എന്താണ്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. പ്രോസസ്സിംഗ് സ്പീഡ് എന്ന് പറഞ്ഞത് കോംപ്ലക്സ് ടാസ്കുകൾക്ക് സ്ലോവർ ആയിരിക്കും, കോംപ്ലക്സ് ടാസ്കുകൾക്ക് ഫാസ്റ്റർ ആയിരിക്കും ഡിജിറ്റൽ. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും അനലോഗില്,
ഡിജിറ്റലിൽ വളരെ ഈസി ആയിരിക്കും. എല്ലാവർക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയോ? അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അനലോഗ് ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ഇലക്ട്രോണിക്സും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ്. എല്ലാവർക്കും ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് മനസ്സിലായോ? വാട്ട് ആർ ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്? ഇനി നമ്മൾ മെയിനായിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ എടുക്കുന്നത് നമ്പർ സിസ്റ്റം എന്നുള്ളൊരു പാർട്ടാണ്. നമ്പർ സിസ്റ്റം. സോ വാട്ട് ഈസ് എ നമ്പർ സിസ്റ്റം? എന്താണ് നമ്പർ സിസ്റ്റം കൊണ്ട് മീൻ ചെയ്യുന്നത്? എ നമ്പർ സിസ്റ്റം ഈസ് എ സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് മെത്തേഡ് ഫോർ റെപ്രസെൻറ്റിംഗ്, എക്സ്പ്രസിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് നമ്പേഴ്സ്. അപ്പം നമ്പർ സിസ്റ്റം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 5 or 6 ന്യൂമറിക്കൽ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം യൂണിവേഴ്സിറ്റിക്ക്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് മെത്തേഡ് ഫോർ റെപ്രസെൻറ്റിംഗ്, എക്സ്പ്രസിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് നമ്പേഴ്സ്. നമ്പേഴ്സിനെ സ്ട്രക്ചേർഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ സാധാരണ എന്ത് പറയുന്നത്? നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് സിംബൽസ് ആൻഡ് റൂൾസ് ഫോർ കമ്പൈനിങ് ദോസ് സിംബൽ ടു റെപ്രസെൻറ്റ് ദി ക്വാണ്ടിറ്റി. ഈച്ച് നമ്പർ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് ബേസ് വിച്ച് ഇൻഡിക്കേറ്റ് ദി നമ്പർ ഓഫ് യുണീക് ഡിജിറ്റൽ യൂസ്ഡ് ഇൻ എ സിസ്റ്റം. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ബേസ് ഉണ്ടായിരിക്കും. ആ ബേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്രത്തോളം യുണീക്ക് ആയിട്ടുള്ള ഡിജിറ്റ്സ് നമ്മളോട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡെസിമൽ നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് 10 ആയിരിക്കും. കാരണം 10 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ എടുക്കുന്നത് ഒരു ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ബേസ് 2 ആയിരിക്കും. നമ്മൾ എടുക്കുന്നത് ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ബേസ് 8 ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ബേസ് 16 ആയിരിക്കും. ആ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് നമ്പർ സിസ്റ്റം എന്ന് ക്ലിയർ ആയല്ലോ? നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. എന്താണ് ഈ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇൻ ദിസ് സിസ്റ്റം ദ പൊസിഷൻ ഓഫ് എ ഡിജിറ്റ് ഡസ് നോട്ട് എഫക്ട് ഇറ്റ് വാല്യൂ. ഈച്ച് സിംബൽ ഹാസ് എ ഫിക്സ്ഡ് വാല്യൂ and the numbers are formed by simply adding the value of the symbols. അതെന്താണ്? ഒരു നമ്പർ സിസ്റ്റത്തിന്റെ പൊസിഷൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിന് നമുക്ക് നോൺ പൊസിഷണൽ സിസ്റ്റം എന്ന് പറയാം. ഇപ്പോൾ 10 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 10 ഡിജിറ്റിനും ഈക്വൽ വെയിറ്റേജ് ആയിരിക്കും. അല്ലെങ്കിൽ പൊസിഷൻസിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നില്ലെങ്കിൽ ഇത് നമുക്ക് നോൺ പൊസിഷണൽ സിസ്റ്റം എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോം ന്യൂമറൽസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ റോമൻ ലെറ്റേഴ്സ് ആണ്. ഈ 1, 5, 10, L എന്നൊക്കെ പറയുന്നത് IVXL, അതായത് നമ്മൾ വായിക്കുന്ന 1, 5, 10 എന്നൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ ശരിക്കും അതുപോലെ ആൻസിയൻ്റ് ആയിട്ടുള്ള ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, ഇത് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നുള്ളത്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിജിറ്റ് പൊസിഷൻ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. റോമൻ നമ്പേഴ്സും ആൻസിയൻ്റ് ആയിട്ടുള്ള ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റമാണ് എന്തിന്റെ എക്സാമ്പിൾ? നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ആണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. എന്താണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം? പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷണൽ വെയിറ്റ് ഉണ്ടായിരിക്കും എന്തായാലും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യെസ്. പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻ ദി സിസ്റ്റം എ പൊസിഷൻ ഓഫ് എ ഡിജിറ്റ് ഡിറ്റർമൈൻ ഇറ്റ്സ് വാല്യൂ. ഈച്ച് ഡിജിറ്റ് വാല്യൂ ഇസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ദ ബേസ് ഓഫ് ദി സിസ്റ്റം കോമൺലി യൂസ്ഡ് ഇൻ മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വാല്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. ആ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ, അല്ലേ? അടുത്തതാണ് ബൈനറി. ബൈനറിയുടെ ബേസ് എന്നുള്ളത് 2 ആണ്. 0ഉം 1ഉം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സ്. അടുത്തത് ഒക്ടലാണ്. ഒക്ടലിന്റെ ബേസ് 8 ആണ്. 0, 1, 2, 3, 4, 5, 6, 7 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ഹെക്സാഡെസിമൽ ആണ്. ഹെക്സാഡെസിമലിന്റെ വാല്യൂ 16 ആണ്. 0, 1, 2, 3, 4,
5, 6, 7, 8, 9. 10 പകരം എ, 11 പകരം ബി, 12 പകരം സി, 13 പകരം ഡി, 14 പകരം ഇ, 15 പകരം എഫ്. ഇതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പൊ എല്ലാവർക്കും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം മനസ്സിലായല്ലോ. 16 ബേസ് എന്ന് പറഞ്ഞാൽ 16 ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. 8 ബേസ് എങ്കിൽ 8 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. 2 ബേസ് എങ്കിൽ 2 നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. 10 ബേസ് എങ്കിൽ 10 പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ നോൺ പൊസിഷണൽ സിസ്റ്റവും പൊസിഷണൽ സിസ്റ്റവും ഞാൻ എന്താന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇതിന്റെ ലോജിക്ക് പിടിയിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് നോൺ പൊസിഷണൽ സിസ്റ്റം? നമ്മൾ പറയുന്ന റോമൻ നമ്പേഴ്സ്, അതുപോലെ ആൻസിയന്റ് ആയിട്ടുള്ള ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം ഒക്കെ എന്തൊരു എക്സാമ്പിൾ ആണ്? നോൺ പൊസിഷണൽ എക്സാമ്പിൾ ആണ്. ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ ഈ 4 നമ്പേഴ്സും പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ടൈപ്പ് നമ്പർ സിസ്റ്റം ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. എന്താണ് ഡെസിമൽ നമ്പർ സിസ്റ്റം? ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ the decimal number system is most commonly used number system in daily life. In a positional number system where base is 10. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണൽ സംഖ്യകളെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ്? 10 ആണ് അല്ലേ? 10 ഡിജിറ്റുകൾ അവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ബേസ് 10 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെസി എന്ന് പറയുന്നത്. ഡെസി എന്ന് പറഞ്ഞാൽ 10 ആണ് അർത്ഥം കേട്ടോ. ഡിജിറ്റ് 10 യുണീക്ക് സിമ്പിൾസ് ഉണ്ടായിരിക്കും. അതായത് 0 മുതൽ 9 വരെയുള്ള 10 യുണീക്ക് സിമ്പിൾസ് ഉണ്ടായിരിക്കും. പ്ലേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ഈച്ച് ഡിജിറ്റ് റെപ്രസെന്റഡ് ബൈ ദി പൊസിഷൻ ആൻഡ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി പവർ ഓഫ് 10. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 367 എന്നുള്ള നമ്പറാണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും? ഇത് 10⁻⁴ ആയിരിക്കും. ഇത് 10⁻⁴ ആയിരിക്കും. ഇത് 10⁻². ആയിരിക്കും. അതായത് 3 × 10⁻². ആണ് 300. ഇത് ഈ 3ന്റെ കറസ്പോണ്ടിങ് വാല്യൂ 300 അല്ലേ? കാരണം അതിന്റെ പൊസിഷൻ 10⁻² അല്ലേ? 6 × 10⁻1 അതാണ് 60. 7 × 10⁻0 ഇതാണ് 7. അപ്പോൾ ഉണ്ടോ അതിന്റെ പൊസിഷണൽ വെയിറ്റ് നിങ്ങൾ കണ്ടോ? അപ്പൊ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിലുള്ള ബിറ്റിനായിരിക്കും ഹയസ്റ്റ് പൊസിഷണൽ വെയിറ്റ് വരിക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ എല്ലാ എണ്ണൽ സംഖ്യകളും എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ക്ലിയർ ആണല്ലോ? എല്ലാ എണ്ണൽ സംഖ്യകളും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ആണ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് നോക്കാനുള്ളത്. 352 to the base 10 എന്ന് പറയുന്നത് എന്താണ്? 352 ആണ് നമ്മുടെ നമ്പർ. അതിന്റെ ബേസ് 10 എന്ന് പറഞ്ഞാൽ അതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഇത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3 × 10⁻² പ്ലസ് 5 × 10⁻1 പ്ലസ് 2 × 10⁻0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ 300 പ്ലസ് 50 പ്ലസ് 2 ഇങ്ങനെയാണ് നമുക്ക് 352 കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും ഡെസിമൽ നമ്പർ സിസ്റ്റം മനസ്സിലായില്ലേ എന്താണെന്ന്? ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കേ. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ഫോർ ഹ്യൂമൻസ്. ഹ്യൂമൻസിന് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുന്ന ഒരു നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. വെൽ സ്യൂട്ടഡ് ഫോർ ജനറൽ പർപ്പസ് കൗണ്ടിങ് ആൻഡ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ജനറൽ പർപ്പസ് ആയിട്ടുള്ള കൗണ്ടിങ്ങിനും അതുപോലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലത്തെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് നമുക്കിത് വെൽ സ്യൂട്ടഡ് ആയിരിക്കും. ഇനി അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ യൂസ്ഡ് ഇൻ എവരി ഡേ കൗണ്ടിങ്. നമ്മൾ സാധാരണ എല്ലാ കൗണ്ടിങ്ങിനും നമ്മൾ ഡെസിമൽ നമ്പേഴ്സേ യൂസ് ചെയ്യാം. ബാങ്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യും. മെഷർമെന്റ്സ്, ബില്ലിംഗ്, ഇതിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഫോർ മോസ്റ്റ് മാനുവൽ കാൽക്കുലേഷൻസ്. എല്ലാ മാനുവൽ കാൽക്കുലേഷൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഒക്കെ എന്താണ്? ഡെസിമൽ നമ്പേഴ്സ് ആണ് അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കിയാലോ നമുക്ക്. യെസ്. നെക്സ്റ്റ് ആണ് ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 ആണെങ്കിൽ അത് നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയാം അല്ലെ? ദ ബൈനറി നമ്പർ സിസ്റ്റം ഈസ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ നമ്പർ സിസ്റ്റം ഫോർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്.
It is positional weight of the number system where the base is 2. It uses only 2 digits 0 and 1. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ നമുക്ക് ഒരിക്കലും ഡെസിമൽ നമ്പർ രൂപത്തിൽ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സീറോസും വൺസും ആക്കിയിട്ടാണ് നമ്മൾ ജനറലി സ്റ്റോർ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് നോർമലി ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ സ്പെഷ്യാലിറ്റി. അതിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. 2 യുണീക്ക് സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്ന് 0യും ഒന്ന് 1ഉം. അതിന്റെ പ്ലേസ് വാല്യൂ പറയുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ഈച്ച് ഡിജിറ്റ് റെപ്രസെന്റ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി പവർ ഓഫ് 2. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1011 എന്നുള്ളൊരു നമ്പർ എടുക്കുകയാണ്. 1011 1011. അപ്പോൾ ഇതിന്റെ പൊസിഷൻ വെയിറ്റ് എങ്ങനെയായിരിക്കും? ദിസ് ഇസ് 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3. അപ്പോൾ ഇതിന്റെ പൊസിഷൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 into 2 raised to 3 പ്ലസ് 0 into 2 raised to 2 പ്ലസ് 1 into 2 raised to 1 പ്ലസ് 1 into 2 raised to 0 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഇക്വാലന്റ് നോക്കുകയാണെങ്കിൽ 1 into 2 raised to 3 എന്ന് പറഞ്ഞാൽ 8, 0 into 2 raised to 2 എന്ന് പറഞ്ഞാൽ 0, 1 into 2 raised to 1 എന്ന് പറഞ്ഞാൽ 1, ഇത് 1 into 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 11 എന്നാണ് ഇതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. ശരിക്കും 11ന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറിയാണ് നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു നമ്പർ സിസ്റ്റത്തിനെയും 2ന്റെ പവറുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയാം. ലോജിക്ക് മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കിയേ. സിമ്പിൾ ടു ഇംപ്ലിമെന്റ് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഓൺ ഓഫ് സ്റ്റേറ്റ്സ് കാണിച്ചുകൊണ്ട്, ഓണും ഓഫും അല്ലേ, അതായത് 1 വന്നാൽ ഓണും 0 വന്നാൽ ഓഫും ആണല്ലോ. ഓൺ ഓഫ് സ്റ്റേറ്റുകൾ കാണിച്ചുകൊണ്ട് നമുക്കിതിനെ റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ ഹൈ റിലയബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻ ഡിജിറ്റൽ സിസ്റ്റം. ഡിജിറ്റൽ സിസ്റ്റത്തിൽ ഹൈ റിലയബിലിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ എഫിഷ്യൻസി ഉണ്ടായിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി അപ്ലിക്കേഷൻസ് നോക്കിയേ. ഏതൊക്കെ അപ്ലിക്കേഷൻസിൽ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം യൂസ് ചെയ്യാം? യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റേഴ്സ് ആൻഡ് ഓൾ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസസ്. ഏതൊക്കെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഡിവൈസിലാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യും, അതുപോലെ മൊബൈൽ ഫോൺസിലെ, കാൽക്കുലേറ്റേഴ്സിലെ, എല്ലാത്തിലും നമുക്കിത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ എസെൻഷ്യൽ ഫോർ ഡാറ്റ സ്റ്റോറേജ്, പ്രോസസ്സിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ. ഡാറ്റ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും, അതുപോലെ അത് ട്രാൻസ്മിഷൻ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതിന്റെ ബേസിക്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് സിംപ്ലി എ ബൈനറി നമ്പർ സിസ്റ്റം. ഇതിനെയാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. നെക്സ്റ്റ്, ഇനി ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ അറിയണമെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസിക് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്ക്, നമുക്കറിയാം ഓരോ ബൈനറി നമ്പേഴ്സിനെ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ 4 ബൈനറി ബിറ്റുകൾ ചേർന്നാല് 4 ബൈനറി ഡിജിറ്റ്സ് ഫോം എ നിബിൾ. ഓക്കെ, അതായത് B0 ഇത് ശ്രദ്ധിക്കണം കറക്റ്റായിട്ട്. ഈ ഫിഗറിൽ കുറച്ച് കൺഫ്യൂഷൻസ് വരും. മൊത്തം 4 ബൈനറി ഡിജിറ്റ്സ്. 4 ബൈനറി ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുക്കുകയാണ് B0 അല്ലെങ്കിൽ B3, B2, B1, B0. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1010. ഇതിന് ഈ 4 ബിറ്റുകൾ ചേർന്നാൽ നമ്മൾ ഇതിനെ നിബിൾ എന്നാണ് പറയുക. നിബിൾ, NIBBLE. അപ്പം 4 ബൈനറി ഡിജിറ്റ്സ് ഫോം എ നിബിൾ. ശരിയല്ലേ? യെസ്. അതുപോലെ 8 ബൈനറി ഡിജിറ്റ്സ്, 8 ബൈനറി ഡിജിറ്റുകൾ ചേർന്നാൽ എന്താണ്? 8 ബൈനറി ഡിജിറ്റുകൾ ചേർന്നാൽ നമുക്ക് എന്ത് പറയാം? 8 ബൈനറി ഡിജിറ്റുകൾ ചേർന്നാൽ, അതായത് B7, B6, B5, B4, B3, B2, B1, B0.
ഇങ്ങനെ 8 ബൈനറി ഡിജിറ്റുകൾ ചേർന്നാൽ നമുക്ക് ഇതിനെ ബൈറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അതുപോലെ 16 ബൈനറി ഡിജിറ്റുകൾ ചേർന്നാൽ നമുക്ക് ഇതിനെ വേർഡ് എന്ന് പറയാം. 16 എന്ന് പറയുമ്പോൾ B15 B14 തൊട്ട് B1 B0 വരെ ഇങ്ങനെ 16 ബിറ്റുകൾ ചേർന്നാൽ നമുക്ക് ഇതിന് എന്ത് പറയാം? വേർഡ് എന്ന് പറയാം. അതുപോലെ എന്താണ്? അതുപോലെ 32 ബൈനറി ഡിജിറ്റ്സ് ഫോം എ ഡബിൾ വേർഡ്. അപ്പൊ 2 വേർഡുകൾ ചേർന്നാൽ ഒരു ഡബിൾ വേർഡ് ആയി. ശരിയല്ലേ? യെസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ലോജിക്. ഈ ഫിഗർ നിങ്ങൾ റെഫർ ചെയ്യേണ്ട, ഫിഗറിൽ കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ 4 ബിറ്റുകൾ ചേർന്നാൽ നമ്മൾ അതിനെ നിബിൾ എന്ന് പറയും. 8 ബിറ്റുകൾ ചേർന്നാൽ അതിനെ ബൈറ്റ് എന്ന് പറയും. 16 ബിറ്റുകൾ ചേർന്നാൽ അതിനെ വേർഡ് എന്ന് പറയും. 32 ബിറ്റുകൾ ചേർന്നാൽ അതിനെ ഡബിൾ വേർഡ് എന്ന് പറയും. ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾ ഈ 4 വേർഡ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ മൂന്നാമത്തെ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഒക്ടൽ നമ്പർ സിസ്റ്റം. എന്താണ്? ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം അല്ലെ? ഒക്ടൽ നമ്പർ സിസ്റ്റം നമുക്കറിയാം. ഒക്ട എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലെ? ദ ഒക്ടൽ നമ്പർ സിസ്റ്റം ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം യൂസ്ഡ് ടു സിംപ്ലിഫൈ ദി ബൈനറി കോഡിംഗ്. ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് 8. 8 ആണ് ഇതിന്റെ എന്ത് വരിക? ബേസ് വരിക. അതായത് 0 1 2 3 4 5 6 7 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ്, അതായത് മൊത്തം 8 ബിറ്റ് ആണ് വരുന്നത്. 0 1 2 3 4 5 6 7 ഇതിന് നമുക്ക് എന്ത് പറയാം? ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. 8 യുണീക് സിംബൽസ് ഇവിടെ ഉണ്ടാവും 0 തൊട്ട് 7 വരെ. പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ഈച്ച് ഡിജിറ്റ് റെപ്രസെന്റ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി പവർ ഓഫ് 8. 8ന്റെ പവറുകളായിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ നോക്കണേ, 257 എന്നുള്ളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. 257. ഈ 257നെ നമുക്ക് സാധാരണ രീതിയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 257 ഇതൊരു ഒക്ടൽ നമ്പർ അല്ലേ? അപ്പൊ ഇത് നമുക്ക് 8⁻0 എന്ന് പറയാം. ഇവിടെ 8⁻1 എന്ന് പറയാം. ഇവിടെ 8⁻2 എന്ന് പറയാം. അപ്പൊ ഇതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2 × 8² പ്ലസ് 5 × 8⁻1 പ്ലസ് 7 × 8⁻0. ഇതാണ് ശരിക്കും പറഞ്ഞ ഒക്ടൽ. അപ്പോൾ ഓരോ ബിറ്റിനെയും നമുക്ക് 8ന്റെ പവറുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ? 8ന്റെ പവറുകളായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഡെസിമലിന് കിട്ടും. അപ്പോൾ 175 എന്നുള്ള ഡെസിമലിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഒക്ടലാണ് 257. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് മനസ്സിലായല്ലോ. 8 ബേസ് വരുന്ന സിസ്റ്റത്തിന് നമുക്ക് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ അഡ്വാൻറ്റേജസ് നോക്കാം. ഈസിയർ ടു റീഡ് ആൻഡ് റൈറ്റ് ദാൻ ബൈനറി ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് ദി ലോങ് ബൈനറി സ്ട്രിങ്സ്. ബൈനറി നമുക്ക് ഒരു 100 എന്നുള്ള നമ്പറിനെ ബൈനറി റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും. പക്ഷെ ഇതിനേക്കാളും ഈസിയാണ് ഒക്ടൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈസിയർ ടു റീഡ് ആൻഡ് റൈറ്റ് ദാൻ ബൈനറി ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് ലോങ് ബൈനറി സ്ട്രിങ്സ്. ഇതാണ് ഒരു അഡ്വാൻറ്റേജ്. അടുത്തതാണ് ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് ഫോർ കോമ്പാക്ട്ലി റെപ്രസെന്റിങ് ബൈനറി നമ്പേഴ്സ്. കമ്പ്യൂട്ടേഴ്സിന്റെ കേസിലൊക്കെ വളരെ ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് ഫോർ കോമ്പാക്ട്ലി റെപ്രസെന്റിങ് ബൈനറി നമ്പേഴ്സ്. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അപ്ലിക്കേഷൻസ് നോക്കണേ. അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് വരുന്നത്? ഒക്ടൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഏർലി കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അപ്ലൈഡ് ഇൻ ഡിജിറ്റൽ ഡിസ്പ്ലേ, മെമ്മറി അഡ്രസ്സിംഗ് ആൻഡ് പെർമിഷൻ സെറ്റിംഗ്സ് ലൈക്ക് യുനിക്സ് ഓർ ലിനക്സ് സിസ്റ്റം. ഇതിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതിന്റെ കോൺസെപ്റ്റ് പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? യെസ്. നെക്സ്റ്റ് ആണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. നെക്സ്റ്റ് നമ്പർ സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഹെക്സ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 16 ആണ് അല്ലേ? യെസ്. സോ ദ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഡിജിറ്റൽ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ കോമ്പാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ബൈനറി ഡാറ്റ. സോ നമ്മൾ ഡിജിറ്റൽ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്, 16. അപ്പോൾ 16 എന്ന് പറഞ്ഞാൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0 1 2 3 4 5 6 7 8 9 A B C D E F. അപ്പൊ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 10, ബി എന്ന് പറഞ്ഞാൽ 11, സി എന്ന് പറഞ്ഞാൽ 12, ഡി എന്ന് പറഞ്ഞാൽ 13, ഇ എന്ന് പറഞ്ഞാൽ 14, എഫ് എന്ന് പറഞ്ഞാൽ 15.
അപ്പം ഇങ്ങനെ 0 മുതൽ 9 വരെയും എ മുതൽ എഫ് വരെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പറയാം? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ എല്ലാവർക്കും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം മനസ്സിലായില്ലേ? യെസ്. 16 ബേസുള്ള സിസ്റ്റം ഹെക്സാഡെസിമൽ, 8 ബേസുള്ള സിസ്റ്റം ഒക്ടൽ, 2 ബേസുള്ള സിസ്റ്റം ബൈനറി, 10 ബേസുള്ള സിസ്റ്റം ഡെസിമൽ. ക്ലിയർ? യെസ്. അപ്പോൾ എന്താണ് ഇതിന്റെ കീ ഫീച്ചേഴ്സ്? ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. ആണോ? 0 തൊട്ട് 9 വരെയും എ തൊട്ട് എഫ് വരെയും അതിൽ നമ്പേഴ്സ് ഉണ്ടാവും. പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ഈച്ച് ഡിജിറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പൊസിഷൻ ആൻഡ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി പവർ ഓഫ് 16. 16ന്റെ പവറുകളായിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇതിന്റെ ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ക്ലിയർ? അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുന്നത് 2F എന്നുള്ളൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. 2F. ഓക്കെ, 2F നമുക്ക് നോക്കാം. 2F നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് എന്തായിരിക്കും? ഇതിനെ 16 പവർ 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതിന് 16 പവർ 1 റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 2 × 16 പവർ 1 പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 × 16 പവർ 0. അപ്പോൾ നമ്മളിത് ചെയ്താൽ നമുക്ക് 47 എന്ന് കിട്ടും. ഇതായിരിക്കും ശരിക്കും ഇതിന്റെ 47 എന്നുള്ള ഡെസിമലിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ആണ് ഈ കൊടുത്തിരിക്കുന്ന 2F. അപ്പൊ എഫ് 15, ഇ 14, ഡി 13, സി 12, ബി 11, എ 10. ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് പറയുക? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ്? അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ വെരി കോമ്പാക്ട്. ദാറ്റ് ഈസ് 1 ഹെക്സാഡെസിമൽ ഡിജിറ്റ് റെപ്രസെന്റ് 4 ബൈനറി ഡിജിറ്റ്സ്. അത് നമുക്ക് പറയാം. 4 ബൈനറി ഡിജിറ്റ് എങ്ങനെ വരുന്നു നമുക്ക് പറയാം. അതുകൊണ്ട് വളരെ കോമ്പാക്റ്റ് ആയിരിക്കും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അതുപോലെ തന്നെ ഈസിയർ ടു റീഡ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റൈറ്റ് ദാൻ ലോങ് ബൈനറി നമ്പേഴ്സ്. ബൈനറി നമ്പേഴ്സിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാനും പറ്റും. ഇതൊരു സ്പെഷ്യാലിറ്റിയാണ്. എല്ലാവർക്കും മനസ്സിലായോ? യെസ്. ക്ലിയർ അല്ലേ? ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻ? ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറയുന്നത് യൂസ്ഡ് ഇൻ എക്സ്റ്റെൻസീവ്ലി പ്രോഗ്രാമിംഗ്, മെമ്മറി അഡ്രസ്സിംഗ്, കളർ കോഡ്സ് ആൻഡ് എറർ ചെക്കിംഗ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബേസിക് പ്രോഗ്രാമിംഗിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. മെമ്മറിയെ അഡ്രസ്സ് ചെയ്യാൻ, ഒരു മെമ്മറിയുടെ അഡ്രസ്സൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. കളർ കോഡ്സിൽ യൂസ് ചെയ്യാം. അതായത് HTML, CSS കമ്പ്യൂട്ടർ സയൻസിൽ വരുന്ന സംഭവങ്ങളാണ്, അതിലൊക്കെ യൂസ് ചെയ്യാം. എറർ ചെക്കിങ്ങിന് യൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ ലോ ലെവൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ്. ലോ ലെവൽ കമ്പ്യൂട്ടിങ്ങിലും നെറ്റ്വർക്കിങ്ങിലും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്പർ സിസ്റ്റത്തിൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ക്ലിയർ ആയില്ലേ? യെസ്. ഇനി നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്ന് പഠിക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ കൺവേർഷനിലേക്ക് കിടക്കുന്നത്. എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് നമ്മൾ പറയുന്നത്? അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 0 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സിന്റെ ഡെസിമൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് എഴുതി തരാം കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ നിങ്ങൾ നോക്ക് എല്ലാവരും, ഞാനിപ്പോൾ ഒരു ടേബിൾ ഇവിടെ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ടേബിൾ എന്താണ്? ആ ടേബിളിൽ ആദ്യം വരുന്നത് ഡെസിമൽ ആണ്. ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ എഴുതുന്നത് ഡെസിമൽ ആണ് അല്ലേ. ഇവിടെ ഞാൻ എഴുതുന്നത് ഒക്ടലാണ്. ഇവിടെ ഞാൻ എഴുതുന്നത് ഹെക്സാഡെസിമൽ ആണ്.
ഇവിടെ ഞാൻ എഴുതുന്ന ബൈനറിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഡെസിമൽ അങ്ങ് ഫില്ല് ചെയ്യാം. 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 0 മുതൽ 15 വരെയുള്ള ഡെസിമൽ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടലാണ് ഞാൻ അടുത്ത് എഴുതാൻ പോകുന്നത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ എന്ന് പറയുമ്പോൾ 0 മുതൽ 7 വരെ നമ്മൾ കൺവേർഷനൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുക. 0 മുതൽ 7 വരെ ഒക്ടൽ സെയിമാണ്. 0 1 2 3 4 5 6 7. ഇനി 8 ഇല്ല 9 ഇല്ല, ഒക്ടൽ നമ്പർ അല്ലേ. അതിൽ ആകെ 0 മുതൽ 7 വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. 8 ഇല്ല 9 ഇല്ല. അപ്പോൾ 7 കഴിഞ്ഞാൽ അടുത്ത നമ്പർ നമ്മൾ എഴുതുന്നത് 1 0 1 1 1 2 1 3 1 4 1 5 1 6 1 7. അടുത്ത എന്തായിരിക്കും? 18 19 ഉണ്ടാവില്ല, 20 21 അങ്ങനെ ആയിരിക്കും. അപ്പോൾ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സിന്റെ ഡെസിമൽ എന്താണോ അത് തന്നെയാണ് ഒക്ടൽ. 0 മുതൽ 7 വരെ ഓക്കെ. 8 തൊട്ട് 15 വരെയുള്ള ഡെസിമലിന്റെ ഒക്ടൽ എന്ന് പറയുന്നത് 10 തൊട്ട് 17 വരെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഹെക്സാഡെസിമൽ ആണ്. ഹെക്സാഡെസിമലിന്റെ കേസിൽ 0 മുതൽ 9 വരെ സെയിമാണ്. 0 മുതൽ 9 വരെ സെയിം, അതായത് 0 1 2 3 4 5 6 7 8 9. 10 പകരം എ, 11 പകരം ബി, 12 പകരം സി, 13 പകരം ഡി, 14 പകരം ഇ, 15 പകരം എഫ്. ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ബൈനറിയെ നോക്കാനുള്ളത്. ബൈനറി എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ബൈനറി എപ്പോഴും നമ്മൾ 4 ഡിജിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ 15 ആണ്. അപ്പോൾ നമുക്കിവിടെ ബൈനറി എഴുതാനുള്ള ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇത് ടിപ്പിക്കലായിട്ടുള്ള മെത്തേഡ് നമ്മൾ പഠിക്കും, എങ്കിലും നമ്മളൊരു ഷോർട്ട് കട്ട് അറിഞ്ഞിരിക്കുക. ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാനാണ്. ഈ ടേബിൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ടേബിൾ കറക്റ്റായിട്ട് പഠിക്കാതെ നമുക്ക് ഇതിലെ പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്താലോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ആദ്യം 8 സീറോസ് ഫില്ല് ചെയ്യാണ്. 0 0 0 0 0 0 0 0. അടുത്ത 8 1 ആണ്. 1 1 1 1 1 1 1 1. അടുത്ത 4 0 0 0 0 0 1 1 1 1 0 0 0 0 1 1 1 1. അടുത്തതോ 2 0 2 1 2 0 2 1 2 0 2 1 2 0 2 1. ലാസ്റ്റോ 0 1 0 1 0 1 0 1 0 1 0 1 0 1 0 1. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാറ്റേൺ മനസ്സിലായോ എല്ലാവർക്കും? 8 0 8 1 4 0 4 1 2 0 2 1 0 1 0 1 0 1. ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ ഈ 4 0 മുതൽ 15 വരെയുള്ള എല്ലാ 0 മുതൽ 15 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് നിങ്ങൾക്ക് അറിയണം, ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ് പഠിക്കിയ മക്കളെ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമ്മൾ 4 നമ്പർ സിസ്റ്റംസ് പറഞ്ഞു. എന്താണ് ബൈനറി നമ്പർ സിസ്റ്റം, എന്താണ് ഡെസിമൽ നമ്പർ സിസ്റ്റം, എന്താണ് ഒക്ടൽ നമ്പർ സിസ്റ്റം, എന്താണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ 4 നമ്പർ സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ ബേസിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അതിന്റെ ടേബിൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ബേസിസിൽ ഒരു കേസും കൂടി നോക്കാം. ഈ 4 നമ്പർ സിസ്റ്റം അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വരാം. ഇപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 ആണെങ്കിൽ നമുക്ക് അതിനെ ബൈനറി എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ഇവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ടാവും. ഏതൊക്കെ 2 പോസിബിലിറ്റീസ്? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഓക്കെ, നമ്മൾ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് വേണമെങ്കിൽ 3 വരാം. 3 ബേസ് എങ്കിൽ 0 1 2 ഇങ്ങനത്തെ 3 ക്യാരക്ടേഴ്സ് പോസിബിൾ ആണ്. 4 ബേസ് എങ്കിൽ 0 1 2 3 4 ക്യാരക്ടേഴ്സ് പോസിബിൾ ആണ്. 5 ബേസ് എങ്കിൽ 0 1 2 3 4. 6 ബേസ് എങ്കിൽ 0 1 2 3 4 5. 7 ബേസ് എങ്കിൽ 0 1 2 3 4 5 6. 8 ബേസ് എങ്കിൽ 0 1 2 3 4 5 6 7. 9 ബേസ് എങ്കിൽ 0 to 8. 10 ബേസ് എങ്കിൽ 0 to 9. 16 ബേസ് എങ്കിൽ 0 to 9 A to F. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസസ് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഓർത്തിരിക്കുക. എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കേസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു? നമ്പർ സിസ്റ്റത്തിൽ
നമ്പർ സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, എന്താണ് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം, എന്താണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം, അതുപോലെ തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ബൈനറി നമ്പർ സിസ്റ്റം എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഒക്ടൽ നമ്പർ സിസ്റ്റം എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ 4 തമ്മിലുള്ള റിലേഷനും പഠിച്ചു. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, ഈ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്. യെസ്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്പർ സിസ്റ്റം കൺവേർഷൻസ് ആണ്. നമ്പർ സിസ്റ്റം കൺവേർഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 നമ്പർ സിസ്റ്റംസ് ആണ് ഉള്ളത്: ബൈനറി, ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ. അപ്പോൾ ബൈനറി എങ്ങനെ ഡെസിമൽ ആക്കാം, ബൈനറി എങ്ങനെ ഒക്ടൽ ആക്കാം, ബൈനറി എങ്ങനെ ഹെക്സാഡെസിമൽ ആക്കാം, ഡെസിമലിനെ എങ്ങനെ ബൈനറി ആക്കാം, ഡെസിമലിനെ എങ്ങനെ ഒക്ടൽ ആക്കാം, ഡെസിമലിനെ എങ്ങനെ ഹെക്സാഡെസിമൽ ആക്കാം. അടുത്തത് ഒക്ടലിനെ എങ്ങനെ ബൈനറി ആക്കാം, ഒക്ടലിനെ എങ്ങനെ ഡെസിമൽ ആക്കാം, ഒക്ടലിനെ എങ്ങനെ ഹെക്സാഡെസിമൽ ആക്കാം. അടുത്തത് ഹെക്സാഡെസിമലിനെ എങ്ങനെ ബൈനറി ആക്കാം, ഹെക്സാഡെസിമലിനെ എങ്ങനെ ഡെസിമൽ ആക്കാം, ഹെക്സാഡെസിമലിനെ എങ്ങനെ ഒക്ടൽ ആക്കാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺവേർഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ എല്ലാ കൺവേർഷനും നമ്മൾ പഠിക്കുന്നതിന് പകരം 2 or 3 കോമൺ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. 2 or 3 കോമൺ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ നമ്പർ സിസ്റ്റം കൺവേർഷൻസ് വളരെ ഈസി ആയിട്ട് പഠിക്കാം, അല്ലേ? അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. മെത്തേഡ് 1 എന്ന് പറയുന്നത് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ്, നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതൊക്കെ കൺവേർഷൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ ഫസ്റ്റ് മെത്തേഡാണ് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതായത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 തരം കൺവേർഷൻസിനാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് ഏതിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യണം? ഡെസിമലിനെ നമുക്ക് ആദ്യം എന്താക്കണം? ഡെസിമലിനെ നമുക്ക് 3 രീതിയിൽ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. അപ്പോൾ ഈ 3 കൺവേർഷൻസിനും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത ഒരു കൺവേർഷൻ സ്ട്രാറ്റജിയാണ് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതായത് ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ റിയൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക 2 വെച്ചിട്ട്, ഫ്രാക്ഷണൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക 2 വെച്ചിട്ട്. നമ്മൾ ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക, 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഹെക്സാഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 16 വെച്ച് ഡിവൈഡ് ചെയ്യുക, 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മെത്തേഡ് ഒന്ന് ബ്രീഫായിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് നമ്പർ സിസ്റ്റം കൺവേർഷൻസ് ക്ലിയർ ആയല്ലോ. ഇതിന്റെ മെത്തേഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 കൺവേർഷൻസ് ആണ് നോക്കാനുള്ളത്, അല്ലെ? അതായത് ഡെസിമലിനെ എങ്ങനെ ബൈനറി ആക്കാം, ഡെസിമലിനെ എങ്ങനെ ഒക്ടൽ ആക്കാം, ഡെസിമലിനെ എങ്ങനെ ഹെക്സാഡെസിമൽ ആക്കാം. അപ്പോൾ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. റിയൽ നമ്പർ വരികയാണെങ്കിൽ ആ റിയൽ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ബൈനറി കൺവേർഷൻ, 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒക്ടൽ കൺവേർഷൻ, 16 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഹെക്സാഡെസിമൽ കൺവേർഷൻ. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ സക്സസീവ് ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളൊരു ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. ഫ്രാക്ഷൻ പാർട്ട് എടുത്തിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ബൈനറി, 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഒക്ടൽ, 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഹെക്സാഡെസിമൽ. ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഫ്രാക്ഷൻ പാർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ എന്നും റിയൽ പാർട്ടിനെ ഡിവൈഡ് ചെയ്യുന്നതിനെ സക്സസീവ് ഡിവിഷൻ എന്നും പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ചെയ്യുന്നത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. അപ്പോൾ അതിൽ ഇൻറ്റിജർ പാർട്ട് ഉണ്ടല്ലോ, അതിനെ ഡിവൈഡഡ് ബൈ 2 ആൻഡ് റെക്കോർഡ് ദി റിമൈൻഡേഴ്സ്. 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, അതിനെ റെക്കോർഡ് ചെയ്യാം. ആ കിട്ടിയിരിക്കുന്ന നമ്പറിനെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. വെരി സിമ്പിൾ. ഫ്രാക്ഷൻ പാർട്ടാണെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 2, റെക്കോർഡ് ദി ഹോൾ നമ്പർ, കണ്ടിന്യൂ വിത്ത് ദി ഫ്രാക്ഷണൽ പാർട്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഫ്രാക്ഷൻ പാർട്ടിനെ നമ്മൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കും ഇൻഡിജർ പാർട്ടിനെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി.
അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. 12.125 ഇതൊരു ഡെസിമലാണ്. ഇത് നമുക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 12.125. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. 12.125 ഇതൊരു ഡെസിമലാണ്. ഇതിനെന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പോൾ 12 എന്നുള്ളത് റിയൽ നമ്പർ ആണല്ലോ, 0.125 എന്നുള്ളത് ഫ്രാക്ഷൻ നമ്പർ ആണല്ലോ. അപ്പോൾ 12 എന്നുള്ള നമ്പറിനെ നമുക്ക് സക്സസീവ് ഡിവിഷൻ ചെയ്യാം. ഫ്രാക്ഷൻ പാർട്ടിനെ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഒന്നിനെ സക്സസീവ് ഡിവിഷൻ ചെയ്യാം, ഒന്നിനെ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ 12 എന്നുള്ള നമ്പർ എടുത്തു. 12 എന്നുള്ള നമ്പറിനെ ഡിവൈഡഡ് ബൈ 2 നമുക്ക് കിട്ടുന്നത് 6 എന്നാണ്. അപ്പോൾ ഡയറക്റ്റ്ലി ഡിവിസിബിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 0 എന്ന് എഴുതാം. ഇവിടെ 6നെ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 3 എന്ന് കിട്ടും. ഡയറക്റ്റ്ലി ഡിവിസിബിൾ ആയതുകൊണ്ട് നമുക്ക് 0 എന്ന് എഴുതാം. 3നെ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 1 എന്ന് കിട്ടും. ഡയറക്റ്റ്ലി ഡിവിസിബിൾ അല്ല, അപ്പോൾ നമുക്ക് 1 എഴുതാം. അപ്പോൾ എന്താ ചെയ്തത്? ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ്ലി ഡിവിസിബിൾ ആണ്, അപ്പോൾ 0 വരും റിമൈൻഡർ. ഓഡ് നമ്പർ ആണെങ്കിൽ ഇത് ഡയറക്റ്റ്ലി ഡിവിസിബിൾ അല്ല, അപ്പോൾ 1 വരും. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇൻഡിജർ പാർട്ട് ആണെങ്കിൽ ദാറ്റ് ഷുഡ് റൈറ്റ് ഫ്രം ബോട്ടം ടു ടോപ്പ്. ബോട്ടം ടു ടോപ്പ്, ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ 12ന്റെ കറസ്പോണ്ടിങ് ഫോം എന്ന് പറയുന്നത് എന്താണ്? 1100. മനസ്സിലായല്ലോ. അടുത്തത് സക്സസീവ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യാനുള്ളത്. സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 0.125 ആണ് നമ്മൾ എടുക്കുന്ന ഫ്രാക്ഷൻ പാർട്ട്. അപ്പോൾ ശ്രദ്ധിക്കണം എല്ലാവരും. സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോം എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 3 ടൈമെങ്കിലും നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ 33 100/3 എന്ന് പറഞ്ഞാൽ 33.333333 വരും. നിങ്ങൾ എത്ര ടൈംസ് എടുക്കും? 3. അതുപോലെ തന്നെ ഉള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എത്ര വേണമെങ്കിലും ഇൻഫിനിറ്റ് ടൈം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മിനിമം 3 ഫ്രാക്ഷൻസ് എങ്കിലും നിങ്ങൾ എടുത്തിരിക്കണം. അപ്പോൾ 0.125 × 2 എന്താ? 0.25. ഇതിൽ ഈ 0യെ നിങ്ങൾ എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യാം അല്ലേ. അടുത്തതോ 0.25. 0.25 × 2 എന്ത് വരും? 0.50. എന്തിനാ റൗണ്ട് ചെയ്യാം? ഈ 0യെ റൗണ്ട് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് എന്താ? 0.50 × 2. ദിസ് ഇസ് നത്തിങ് ബട്ട് 1.00. ഇതിൽ ഏതിനെ റൗണ്ട് ചെയ്യാം? 1നെ റൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്രാക്ഷൻ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ആൻഡ് ദ നമ്പർ ഷുഡ് റൈറ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്, ടോപ്പ് ടു ബോട്ടം. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.125ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.001 ആണ്. അപ്പോൾ നമ്മളിത് ചേർത്ത് എഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക? ഇതിൻ്റെ ആൻസർ നമ്മളിത് ചേർത്ത് എഴുതുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും 1100.001. ദിസ് ഇസ് ദി ഇക്വാലന്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? യെസ്. അപ്പോൾ 1100 ആണ് ഇത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0011. നമ്പർ ഷുഡ് റൈറ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ഇവിടെ ബോട്ടം ടു ടോപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 12.125നെ നമ്മൾ ഇക്വാലൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ പാർട്ട് എനിക്ക് എന്ത് കിട്ടും? 1100 എന്ന് കിട്ടും. ഫ്രാക്ഷൻ പാർട്ട് എനിക്ക് 001 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. യെസ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഹെഡിങ് പോയി എന്ന് തോന്നുന്നു അല്ലേ? ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ, സെക്കൻഡ് വൺ.
നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഡെസിമൽ നമ്പറാണ്, നമുക്കതിനെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡാണ്. എന്ത് ചെയ്യാണ്? ഇൻറ്റിജർ പാർട്ട് എടുക്കുക. ഇൻറ്റിജർ പാർട്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 8 ആൻഡ് റെക്കോർഡ് ദി റിമൈൻഡേഴ്സ്. ആ കിട്ടിയിരിക്കുന്ന റിമൈൻഡേഴ്സ് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതണം. വെരി സിമ്പിൾ. നെക്സ്റ്റോ, ഫ്രാക്ഷൻ പാർട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. റെക്കോർഡ് ദി ഹോൾ നമ്പർ, കണ്ടിന്യൂ വിത്ത് ദി ഫ്രാക്ഷണൽ പാർട്ട്. ഇത് നമുക്ക് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് എഴുതണം. വളരെ സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് 658.825 എന്നുള്ള നമ്പറിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഡെസിമൽ ടു ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 658.825. അപ്പോൾ 658.825 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഇതിനെന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് 2 മെത്തേഡ്സ് ആണ്. ഒന്ന് സക്സസീവ് ഡിവിഷൻ, ഒന്ന് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. അപ്പോൾ 658 എന്നുള്ള നമ്പർ എടുക്കാം. 658 എന്നുള്ള നമ്പറിന് എന്ത് ചെയ്യാം? എന്നുള്ള നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? 658/8 അല്ലേ? 658/8 എങ്ങനെ ചെയ്യാം? 658/8 എന്ന് പറഞ്ഞാൽ 658/8 എന്ന് പറഞ്ഞാൽ 82 ആണ് വരിക അല്ലേ? 82 അല്ലേ? ഓക്കെ. അപ്പോൾ 82 അല്ലേ വരുന്നത്. അപ്പോൾ ബാക്കി വരുന്ന റിമൈൻഡർ നോക്കുക, 4 ആണ് വരിക. 4 ഇതിവിടെ റൗണ്ട് ചെയ്യാം. 82നെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യാം? 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഹൗ മെനി ടൈംസ്? 10 ടൈംസ്. ബാക്കി വരുന്ന റിമൈൻഡർ 2 അല്ലേ? 10നെ വീണ്ടും 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. 10നെ വീണ്ടും 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 ടൈം ഡിവിസിബിൾ ആണ്. ബാക്കി വരുന്ന റിമൈൻഡർ 2 അല്ലേ? അപ്പോൾ ഈ 2ഉം റൗണ്ട് ചെയ്യാം, ഈ 1ഉം റൗണ്ട് ചെയ്യാം. ആൻഡ് ദ നമ്പർ ഷുഡ് റൈറ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം. സോറി, ബോട്ടം ടു ടോപ്പ്. അപ്പോൾ 1224 ആണ് ഇതിൻ്റെ ഇക്വാലൻ്റ് വാല്യൂ. ഒരു മിനിറ്റ്, തെറ്റിപ്പോയോ? 658/8 82 ആണ്. 82 × 8 2 തന്നെയാണല്ലോ. 1224 ചെക്ക് ചെയ്തോട്ടെ. ജസ്റ്റ് എ മൊമെന്റ്. ഡെസിമൽ ആണ്, അത് നമുക്ക് ഒക്ടലായിട്ട് മാറ്റണം. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ നോക്കട്ടെ കേട്ടോ. സിക്സ് 658/8 82 ആണ്. 82 അല്ലേ? 82 × 8 എത്രയാണ്? 656. 2 ആണ് വരിക കേട്ടോ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടേ. 4 എന്നാണ് ഞാൻ എഴുതിക്കുന്നത്, ഇവിടെ 2 ആണ് വരിക കേട്ടോ. സോ ദ ഇക്വാലന്റ് വാല്യൂ ഓഫ് 658 ഈസ് 1222. ഇനി നമുക്ക് ഫ്രാക്ഷൻ പാർട്ട് ചെയ്താലോ? ഫ്രാക്ഷൻ പാർട്ട് എങ്ങനെ വരിക? 0.825 × 8 അല്ലേ? 0.825 × 8 എന്ന് പറഞ്ഞാൽ 6.6 ആണ്. 6.6. ഈ 6ന് എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് അടുത്ത എന്താ? 0.6 × 6 ആണ്.
0.6 ഇൻറ്റു 8 ഇത് 4.8 എന്ന് വരും. ഏതിനെ റൗണ്ട് ചെയ്യാം? 4നെ റൗണ്ട് ചെയ്യാം. അടുത്തതോ 0.8 ഇൻറ്റു 8 എത്ര വരിക? 6.4 ആണ്. ഏതിനെ റൗണ്ട് ചെയ്യാം? 6നെ റൗണ്ട് ചെയ്യാം. ആൻഡ് ദ നമ്പർ ഷുഡ് റൈറ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷൻ കിട്ടി. എത്ര ഫ്രാക്ഷൻ വരുന്നത്? 0.646 എന്നാണ് വരുന്നത്. അപ്പോൾ മൊത്തം നമ്മൾ ചെയ്യുകയാണെങ്കിൽ 658.825 എന്നുള്ളത് നമുക്കിവിടെ ഫൈനൽ ആൻസർ കിട്ടി 1222.646. കണ്ടോ? വെരി സിമ്പിൾ. ദിസ് ഇസ് ദി കറസ്പോണ്ടിങ് ഒക്ടൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒക്ടൽ നമ്പറിൽ നമുക്ക് ആകെ ഇവിടെ മാക്സിമം വരാവുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അതിന് മേലുള്ളൊരു സംഖ്യ വരില്ല, കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന 8 വെച്ചിട്ടല്ലേ. അപ്പോൾ മാക്സിമം റിമൈൻഡർ എപ്പോഴും 7 ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. 1222.646 എന്നുള്ളതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ. അപ്പോൾ എക്സാക്റ്റ് മെത്തേഡ് ഞാനിവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുകയെ. യെസ്. ഇനി മൂന്നാമത്തെ കൺവേർഷൻ എന്ന് പറയുന്നത് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഡെസിമൽ ആണ്, നമുക്ക് അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്. ഡെസിമൽ ഹെക്സാഡെസിമലായി കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുക്കുക. ഇൻറ്റിജർ പാർട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 16, അതായത് റിയൽ പാർട്ട് ആണെങ്കിൽ 16 വെച്ച് ഡിവൈഡ് ചെയ്യുക. ആൻഡ് റെക്കോർഡ് ദി റിമൈൻഡർ ആൻഡ് ദ നമ്പർ ഷുഡ് റൈറ്റ് ഫ്രം ബോട്ടം ടു ടോപ്പ്. ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതാം. ഇനി ഫ്രാക്ഷണൽ പാർട്ടാണ് വരുന്നതെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ബൈ 16 ആൻഡ് റെക്കോർഡ് ദി ഹോൾ നമ്പർ, കണ്ടിന്യൂ വിത്ത് ദി ഫ്രാക്ഷണൽ പാർട്ട്. ഈ കിട്ടിയിരിക്കുന്ന നമ്പറിനെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് എഴുതാം. അപ്പോൾ റിയൽ നമ്പറിനെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കും ഫ്രാക്ഷണൽ നമ്പറിനെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിയാലോ. 5386.345 ഇതാണ് എൻ്റെ ഡെസിമൽ നമ്പർ. ഇതിനെനിക്ക് ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്തൂടെ? അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എത്രയാണ്? 5386. 5386.345. ഇതൊരു ഡെസിമലാണ്. ഇതിനെന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. വെരി സിമ്പിൾ പ്രോസസ്സ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം എടുക്കുന്നത് സക്സസീവ് ഡിവിഷനാണ് റിയൽ നമ്പറിനെ. ഇവിടെ എടുക്കുന്നതോ സക്സസീവ് മൾട്ടിപ്ലിക്കേഷനാണ്. സക്സസീവ് ഡിവിഷനും സക്സസീവ് മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ നമുക്ക് ആദ്യം 5386 എന്നുള്ള നമ്പർ എടുക്കാം. 5386 നിങ്ങൾ എന്ത് ചെയ്യുക? 16 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിന് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുക മോസ്റ്റ്ലി, അല്ലെങ്കിൽ തെറ്റിപ്പോവും കേട്ടോ. 5386/16 എത്ര വരുന്നത്? 336 വരുന്നത് അല്ലേ? 336. അപ്പോൾ 336 ആണ് നമുക്ക് വരുന്നത്. 5386. ബാക്കി വരുന്ന റിമൈൻഡർ എത്രയാണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കട്ടെ. 5386 അല്ലേ? 0.345 അല്ലേ? ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഇത് നമുക്ക് എന്തായിട്ട് മാറ്റണം? ഹെക്സാഡെസിമൽ. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ചെയ്യാം. 5386 അല്ലേ? ജസ്റ്റ് എ മൊമെന്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 336 കിട്ടും. ബാക്കി വരുന്ന റിമൈൻഡർ 10 ആണ് വരിക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണേ. 10 എന്നുള്ള റിമൈൻഡർ വന്നാൽ നമുക്കതിനെ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ 10ന് ഞാൻ റൗണ്ട് ചെയ്യാണ്. 10ന് വരെ നമുക്ക് എന്തെഴുതാം? എ എന്ന് എഴുതാം. ഇനി 336നെ 16 വെച്ച് ഡിവൈഡ് ചെയ്യാം. 336നെ 16 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര വരിക? 336/16 ഡയറക്റ്റ്ലി ഡിവിസിബിൾ ആണ്. 21 വരിക. ഡയറക്റ്റ്ലി ഡിവിസിബിൾ ആയതുകൊണ്ട് ഇവിടെ എന്താ? 0 അല്ലേ? യെസ്. ഇനി 21നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം?
16 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 ടൈം ഡിവിസിബിൾ ആണ്. ബാക്കി വരുന്ന റിമൈൻഡർ എന്താ? 5 അല്ലേ? അപ്പോൾ ഈ 5 റൗണ്ട് ചെയ്യുക, 1 റൗണ്ട് ചെയ്യുക, ആൻഡ് ദ നമ്പർ ഷുഡ് റൈറ്റ് ഫ്രം ബോട്ടം ടു ടോപ്പ്. അപ്പോൾ 150A ആണ് നമുക്ക് കിട്ടുക. 150A റിയൽ പാർട്ട്. ഇനി ഫ്രാക്ഷൻ പാർട്ട് എങ്ങനെ ചെയ്യും? ഫ്രാക്ഷൻ പാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യാം? 0.345 അല്ലേ? ഓക്കെ, 0.345 ഇൻറ്റു 16. 0.345 ഇൻറ്റു 16 എത്ര വരിക? 5.52. ഈ 5 നമ്മൾ എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യാം. പിന്നെ ബാക്കി വരുന്നത് 0.52. 0.52 ഇൻറ്റു 16. 0.52 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ നമുക്ക് 8.32 എന്ന് കിട്ടും. ഏതിനെ റൗണ്ട് ചെയ്യാം? 8ന് റൗണ്ട് ചെയ്യാം. കേട്ടല്ലേ? പിന്നെ വരുന്നതോ 0.32 ഇൻറ്റു 16. 0.32 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ 5.12 വരിക. ഏതിനെ റൗണ്ട് ചെയ്യുക? 5നെ റൗണ്ട് ചെയ്യുക. ആൻഡ് ദ നമ്പർ ഷുഡ് റൈറ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ നമുക്കിവിടെ കിട്ടി 588 എന്നാണ് കിട്ടുക അല്ലേ? 585 കറക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടി കറക്റ്റ് വാല്യൂ. നമ്മളിത് റിയൽ നമ്പറിനെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കും ഫ്രാക്ഷൻ നമ്പറിനെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് എഴുതി. അപ്പോൾ നമുക്ക് 5386.345 എന്നുള്ള കറസ്പോണ്ടിങ് നമ്പറിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ എഴുതുകയാണെങ്കിൽ 150.585 എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ. അപ്പോൾ മിനിമം 3 ഫ്രാക്ഷൻസ് ആണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. യെസ്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം 12 കൺവേർഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 3 കൺവേർഷൻസ് കംപ്ലീറ്റ് ചെയ്തു. അതായത് ബൈനറി ടു ഒക്ടൽ, സോറി, ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ അല്ലേ? അപ്പോൾ ഈ 3 കൺവേർഷനിൽ നമ്മൾ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിയൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യാം, ഫ്രാക്ഷൻ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ലോജിക്ക് എല്ലാവർക്കും പിടികിട്ടിയോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? എവരി വൺ ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാറ്റഗറി ഓഫ് കൺവേർഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഇനി നമ്മൾ മെത്തേഡ് 2 ആണ് പറയുന്നത്. മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ പൊസിഷണൽ വെയിറ്റ്, പ്രൊഡക്റ്റ് ആൻഡ് സം. നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് എന്താ? സക്സസീവ് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് പൊസിഷണൽ വെയിറ്റ്, പ്രൊഡക്റ്റ് ആൻഡ് സം എന്നുള്ള മെത്തേഡാണ്. യെസ്. അപ്പോൾ നോക്കൂ, നമുക്കിവിടെ ചെയ്യാനുള്ളത് ബൈനറി നമ്പർ ഉണ്ടാവും. ബൈനറി നമ്പറിനെ എന്താക്കണം? ഒക്ടൽ ആക്കണം. ബൈനറി നമ്പറിനെ ഡെസിമൽ ആക്കണം, ഹെക്സാഡെസിമൽ ആക്കണം, ഡെസിമൽ ആക്കണം. 3 കൺവേർഷൻസ് ആണ്. അപ്പോൾ ബൈനറി ടു ഒക്ടൽ, ബൈനറി ടു ഹെക്സാഡെസിമൽ, ബൈനറി ടു ഡെസിമൽ. 3 സിമ്പിൾ കൺവേർഷൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ 3 കൺവേർഷനും ചെയ്യാം. ഈ 3 കൺവേർഷനും നമുക്ക് ചെയ്യാൻ വേണ്ട ജനറൽ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പൊസിഷണൽ വെയിറ്റ്, പ്രൊഡക്റ്റ് ആൻഡ് സം എന്നുള്ള മെത്തേഡാണ്. അതായത് നമ്മൾ പൊസിഷൻസ് തമ്മിൽ മ്യൂച്വലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ്. പൊസിഷണൽ വെയിറ്റ്, പ്രൊഡക്റ്റ് ആൻഡ് സം എന്നുള്ള മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് 4, 5, 6 മെത്തേഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബൈനറി ടു ഒക്ടൽ, ബൈനറി ടു ഹെക്സാഡെസിമൽ, ബൈനറി ടു ഡെസിമൽ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ഈച്ച് ആൻഡ് എവരി ബിറ്റ് ബൈ 2 raised to n ആൻഡ് സം. ഇതാണ് ഇൻറ്റിജർ പാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ഈച്ച് ആൻഡ് എവരി ബിറ്റ് ബൈ 2 raised to -n ആൻഡ് സം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കേസ് കേട്ടോ. യെസ്. ചെയ്ത് നോക്കിയാലോ നമുക്ക്? ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് 101.101 എന്നുള്ള നമ്പറാണ് നമ്മൾ എടുക്കുന്നത്. 101.101. ഇതൊരു ബൈനറി നമ്പറാണ്. ഇത് നമുക്കൊരു ഡെസിമൽ നമ്പറാക്കി മാറ്റണം. ഞാൻ ഈ ടേബിൾ ഇട്ടൊന്നും നോക്കണ്ട, അതൊരു ക്വിക്ക് റെഫറൻസിന് വേണ്ടി ഇട്ടതാണ്, നിങ്ങൾക്ക് നോക്കാൻ. അപ്പോൾ 101.101 എന്നുള്ളത് ഒരു ബൈനറി നമ്പറാണ്. അതിനെ ഡെസിമലാക്കി മാറ്റണം. വെരി സിമ്പിൾ പ്രോസസ്സ്.
അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റ് കണ്ടുപിടിക്കാം. 101.101 ഇങ്ങനെയാണല്ലോ വരിക. 101.101. എങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റ് എഴുതുക? ഇത് ശരിക്ക് ബൈനറിയാണ്, ഇതിന് ഡെസിമൽ ആക്കണം. ഇത് 2⁻0, 2⁻1, 2⁻2 സോറി ഇങ്ങനെയല്ല, ഫ്രാക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഫ്രാക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഏതാണ്, എവിടെ നിന്നാണ് ഫ്രാക്ഷൻ തുടങ്ങുന്നത്? ഇതാണ് ഫ്രാക്ഷൻ. അപ്പോൾ ഈ ഫ്രാക്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യാം. അപ്പോൾ ഇത് 2⁻0, ഇത് 2⁻1, ഇത് 2⁻2. ഫ്രാക്ഷൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ നമ്പർ ചെയ്യാം. 2⁻−1, 2⁻−2, 2⁻−3. ഇനി നമ്മൾ എന്ത് ചെയ്യുക? മ്യൂച്വലി മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 1 × 2⁻2 പ്ലസ് 0 ശരിക്കും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് എഴുതാം. 0 × 2⁻1 പ്ലസ് 1 × 2⁻0 പ്ലസ് 1 × 2⁻−1 പ്ലസ് 1 × 2⁻−2 പ്ലസ് 1 × 2⁻−3 അങ്ങനെയുള്ള ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് 101.101. ഇതൊരു ബൈനറിയാണ്. ഇതിനെന്താക്കണം? ഡെസിമൽ ആക്കണം. വെരി സിമ്പിൾ പ്രോസസ് അല്ലേ? അപ്പോൾ പൊസിഷൻ വെയിറ്റ് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1 × 2⁻2 എന്ന് പറഞ്ഞാൽ ശരിക്കും വരുന്നത് എന്താ? 1 × 2⁻2 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് 4 ആണ്. 4 പ്ലസ് 0 × 2⁻1 0 ആണ്. 1 × 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 1 × 2⁻−1 എന്ന് പറഞ്ഞാൽ 1/2⁻1 ആണ്. 1 × 2⁻2 എന്ന് പറഞ്ഞാൽ 1/2⁻2 ആണ്. പ്ലസ് 1 × 2⁻3 എന്ന് പറഞ്ഞാൽ 1/2³ ആണ്. അപ്പോൾ നമുക്ക് 4 + 1 5 കിട്ടും. 1/2⁻1 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 1/2² എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 1/2⁻3 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 + 5.625 എന്ന് ആൻസർ കിട്ടും. 5.625. ഇതാണ് ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ എന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇക്വാലൻ്റ് ഡെസിമൽ കാണാൻ പറഞ്ഞാൽ 5.625 നമുക്ക് കിട്ടി. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ബൈനറിയുടെ ഡെസിമൽ. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഈ മെത്തേഡ്? ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാരണം മ്യൂച്വലി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് നോക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? യെസ്. നെക്സ്റ്റ്, കൺവേർട്ട് 3E.A5 ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഈ 3E.A5 എന്നുള്ളത് ഒരു ഹെക്സാഡെസിമൽ ആണ്. അതിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും? തന്നിരിക്കുന്നത് ഹെക്സാഡെസിമൽ ആണ്. ഹെക്സാഡെസിമലിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഡെസിമൽ ആയിട്ട് കാണണം. അപ്പോൾ 3E. എന്താണ്? A5 ആണ്. ഇതിന് ഹെക്സാഡെസിമൽ ആണ്. ഇതിന് എന്താക്കണം? ഡെസിമൽ ആക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഹെക്സാഡെസിമൽ നിങ്ങളിപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ടേബിൾ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് 3E.A5 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 3E.A5. ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും? ഇത് 16⁻0, ഇത് 16 സോറി അഗെയിൻ മിസ്റ്റേക്ക്. ഇത് 16⁻0, ഇത് 16⁻1, ഇത് 16⁻−1, ഇത് 16⁻−2. നമുക്ക് എങ്ങനെ ചെയ്യാം? 3 × 16⁻1 പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ് നിങ്ങൾ നോക്കൂ, 14 ആണ് കേട്ടോ. 14 × 16⁻0 പ്ലസ് എ എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 × 16⁻−1 പ്ലസ് 5 × 16⁻−2. അപ്പോൾ 3 × 16⁻1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 16⁻1 എന്ന് പറഞ്ഞാൽ 48 ആണ്. പ്ലസ് 14 ആണ്. പ്ലസ് 10 × 16⁻−1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.625 ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 10/16 വരിക. പ്ലസ് 5 × 16⁻−2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്താൽ മനസ്സിലാവും. ഇത് 0.01953 ആണ്.
അപ്പോൾ നമ്മളിത് മൊത്തം ആഡ് ചെയ്താൽ നമുക്കിവിടെ ഫൈനൽ റിസൾട്ട് കിട്ടും. എത്ര വരും? 62.64453 എന്ന് ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്താൽ മനസ്സിലാവും കേട്ടോ. 62 പോയിന്റ്. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു എക്സാ ഡെസിമൽ നമ്പറിനെ എന്താക്കി മാറ്റിയത്? ഡെസിമൽ. അപ്പോൾ നമ്മൾ 2 കൺവേർഷൻസ് ഇപ്പോൾ ചെയ്തു. ഒരു ബൈനറിയെ ഡെസിമൽ ആക്കുന്ന പറഞ്ഞു, ഒരു എക്സാ ഡെസിമലിനെ ഡെസിമൽ ആക്കുന്നതും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഒക്ടലിനെ ഡെസിമൽ ആക്കാൻ ഞാൻ വേറെ സെപ്പറേറ്റ് പറയേണ്ടതായിട്ടുണ്ടോ? ഇല്ല. ഒക്ടലാണെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ബേസ് 8 ആയിട്ട് എടുക്കാം. 8 ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ചെയ്യാം. അത് നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഞാൻ പ്രോബ്ലം തരാം. കൺവേർട്ട് 747.36. ഇതൊരു ഒക്ടൽ നമ്പറാണ്. ഇതിന് നിങ്ങൾ എന്താക്കി മാറ്റണം? ബൈനറി നമ്പറായിട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ 747.36 ആണെങ്കിൽ 7 × 8² പ്ലസ് 4 × 8⁻1 പ്ലസ് 7 × 8⁻0 പ്ലസ് 3 × 8⁻1 പ്ലസ് 6 × 8⁻2. ഇത് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് കൺവേർഷൻ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഡെസിമലിനെ ബൈനറി ആക്കി, ഡെസിമലിനെ ഒക്ടലാക്കി, ഡെസിമലിനെ ഹെക്സാഡെസിമലാക്കി. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ബൈനറിയെ ഡെസിമലാക്കി, ഒക്ടലിനെ ഡെസിമലാക്കി, ഹെക്സാഡെസിമലിനെ ഡെസിമലാക്കി. സിമ്പിൾ അല്ലേ ഈ കോൺസെപ്റ്റ്? വളരെ സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺവേർഷൻസ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു. 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺവേർഷൻസ്. 6 കൺവേർഷൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് കൺവേർഷൻസ് നോക്കാം. ദിസ് ഇസ് നത്തിങ് ബട്ട് മെത്തേഡ് 3. മെത്തേഡ് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മെത്തേഡ് 3യിൽ നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് ബൈനറി ഡിജിറ്റ്സ് ഇൻറ്റു 3 or 4. അതായത് ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബൈനറി ഒക്ടലാക്കുക. ഓക്കെ, ബൈനറി ഒക്ടലാക്കുക, അതുപോലെ തന്നെ ബൈനറി ഹെക്സാഡെസിമൽ ആക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? നമുക്ക് തന്നിരിക്കുന്നത് ഒരു ബൈനറിയാണ്. ഈ ബൈനറി ഒക്ടലാക്കണം, അതുപോലെ തന്നെ ഈ ബൈനറി ഹെക്സാഡെസിമൽ ആക്കണം. അപ്പോൾ നമ്മളിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ബൈനറി ഒക്ടലാക്കാൻ പറഞ്ഞാൽ ഈ ഡിജിറ്റിനെ ഗ്രൂപ്പ് ഓഫ് 3 ആക്കാം. ബൈനറി ടു ഹെക്സാഡെസിമൽ ആക്കാൻ പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 4 ആക്കുക. അപ്പോൾ 3ന്റെ ഗ്രൂപ്പ് ആക്കുക, 4ന്റെ ഗ്രൂപ്പ് ആക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് ഒന്ന് പരിശോധിക്കാം. 7th ഉം 8th ഉം ബൈനറി ടു ഒക്ടൽ അല്ലെങ്കിൽ ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ബൈനറി ഡിജിറ്റ് ഇൻറ്റു സെറ്റ്. അതായത് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്ടലായിട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3ന്റെ സെറ്റ് ആക്കുക. ഹെക്സാഡെസിമൽ ആണെങ്കിൽ 4ന്റെ സെറ്റ് ആക്കുക. എന്താണ് ഈ 3, 4? ആക്ച്വലി ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2⁻4 ആണ്. അതാണ് ഈ 4. എന്താണ് 3? ഒക്ടൽ എന്ന് പറഞ്ഞാൽ 2⁻3 ആണ്. ഇതാണ് ഈ 3. മനസ്സിലായില്ലേ എല്ലാവർക്കും? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ബൈനറി ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്. ഈ ബൈനറി ഡിജിറ്റിൽ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3ന്റെ ഗ്രൂപ്പ് ആക്കാം, ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 4ന്റെ ഗ്രൂപ്പ് ആക്കാം അല്ലേ? ഇഫ് നീഡഡ് പാഡ് വിത്ത് സീറോസ് ടു കംപ്ലീറ്റ് ഗ്രൂപ്പ്. നമുക്ക് നെസസറി ആണെങ്കിൽ റിമൈനിങ് പൊസിഷനിൽ 0 വെച്ച് ഫില്ല് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റിജർ ആൻഡ് ഫ്രാക്ഷൻ പാർട്സ് ആർ ഹാൻഡിൽഡ് സെപ്പറേറ്റ്ലി. ഇൻറ്റിജർ സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, ഫ്രാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റെപ്സ് ഒന്നും ആയിരിക്കില്ല ഇത്. നിങ്ങൾക്ക് എക്സാമിന് സ്റ്റെപ്സ് ഒന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ഇത് ഈ മെത്തേഡ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേർഡിലാണ് നിങ്ങൾക്ക് ഈ നോട്ട് തരുന്നത്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. ഒരൊറ്റ വായനയിൽ തന്നെ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ തരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ കോൺസെപ്റ്റ്. യെസ്, ഡൗട്ടൊന്നും ഇല്ലല്ലോ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. ഇതിനെ ബൈനറി ടു ഒക്ടൽ ആക്കണം. ഇതൊരു ബൈനറി നമ്പറാണ്. ഇതിനെ ഒക്ടലാക്കി മാറ്റണം.
ഒക്ടലാക്കി മാറ്റാൻ പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 3യും ഹെക്സാഡെസിമൽ ആക്കി മാറ്റാൻ പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 4ഉം ആണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഒന്ന് ഗ്രൂപ്പ് ഓഫ് 3യും ഒന്ന് ഗ്രൂപ്പ് ഓഫ് 4ഉം. ഓക്കെ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റെഫറൻസ് ഉണ്ടാണ് ഞാൻ ഇവിടെ ടേബിൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കുക. ഞാനിതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി ഓൾറെഡി നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. 0 എന്ന് പറഞ്ഞാൽ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഇതാണ് ഗ്രൂപ്പ് ഓഫ് 3. എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ 7 വരുന്ന നമ്പേഴ്സിനെ 3ന്റെ ഗ്രൂപ്പ് ആക്കാൻ പറഞ്ഞാൽ ഈ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്. വളരെ സിമ്പിൾ ലോജിക് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ നമ്പർ ഒന്ന് എഴുതി നോക്കാം. ശ്രദ്ധിക്കണേ, എന്താ നമ്മുടെ നമ്പർ? 1 0 1 0 1 1 0 1.0111. അപ്പോൾ നിങ്ങൾ 3ന്റെ ഗ്രൂപ്പ് ആക്കണം. ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 3ന്റെ ഗ്രൂപ്പ് ആക്കണം. 3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാം? 3 ഇതാ ഈ ഫ്രാക്ഷൻ പോയിന്റ് ഇത് സ്റ്റാർട്ട് ചെയ്യാം. 3ന്റെ ഗ്രൂപ്പ്, അടുത്ത 3ന്റെ ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇഫ് നീഡഡ് പാഡ് വിത്ത് സീറോസ് ടു കംപ്ലീറ്റ് ഗ്രൂപ്പ്സ് എന്ന സ്റ്റെപ്പ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത ഗ്രൂപ്പിൽ എനിക്ക് 2 എലമെന്റേ ഉള്ളൂ. അപ്പോൾ അത് 3 എലമെന്റ് ആക്കി മാറ്റണം. അപ്പോൾ ഇനീഷ്യലി ഒരു 0 അവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ. ഇനി ഫ്രാക്ഷൻ പാർട്ട് നോക്കിയാലോ. ഫ്രാക്ഷൻ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്, 3ന്റെ ഗ്രൂപ്പ്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആകെ ഒരു 1 വരുന്നുള്ളൂ. അപ്പോൾ റിമൈനിങ് പൊസിഷനിൽ ഞാൻ എന്ത് ഫില്ല് ചെയ്യാം? റിമൈനിങ് പൊസിഷനിൽ ഞാൻ 0 ഫില്ല് ചെയ്യാം. ക്ലിയർ? ഇനി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 0 1 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. 2 ഈ ടേബിൾ നോക്കിയേ. 1 0 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 0 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 1 0 1 എന്ന് പറഞ്ഞാൽ എന്താ? 5 ആണ്. 0 1 1 എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. സോറി 3 ആണ്. 1 0 0 എന്ന് പറഞ്ഞാൽ എന്താ? 4. അപ്പോൾ നമുക്കിവിടെ വാല്യൂ കിട്ടി 255.34. നിങ്ങൾക്ക് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ ഞാൻ ചെയ്തതിൽ? കറക്റ്റ് അല്ലേ? 255.34 ആണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട്. ക്ലിയർ? ക്ലിയർ ആണ് അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തുകൂടെ? അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 0 മുതൽ 15 വരെ നമ്പേഴ്സ് അങ്ങ് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ ഇതാ 255.34 കണ്ടോ? 3ന്റെ ഗ്രൂപ്പാക്കി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 0 ഫോം ചെയ്യണം ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ. അത് കംപ്ലീറ്റ് ചെയ്തു. ഫ്രാക്ഷൻ പാർട്ടിൽ എക്സ്ട്രാ 2 zeros ആഡ് ചെയ്യണം ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ. അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഫൈനൽ ആൻസർ കിട്ടി 255.34 എന്നുള്ള ഒക്ടൽ നമ്പർ നമുക്കിവിടെ കിട്ടി. ഒക്ടൽ. ക്ലിയർ? ഒരു ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നോക്കിയാലോ. കൺവേർട്ട് 110110110.101101 ബൈനറി ടു ഹെക്സാഡെസിമൽ. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിന് ബൈനറി ആണ്, അതിന് ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റെപ്പ് പറഞ്ഞിരുന്നു. ഈ കൺവേർഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? 3ന് പകരം 4ന്റെ ഗ്രൂപ്പ് ആക്കണം. 3ന് പകരം 4ന്റെ ഗ്രൂപ്പ് ആക്കണം. 4ന്റെ ഗ്രൂപ്പ് ആക്കിയാലാണ് നമുക്കിത് കംപ്ലീറ്റ് ആവുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 4ന്റെ ഗ്രൂപ്പ് ആക്കുന്നത്? 4ന്റെ ഗ്രൂപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ 4 എലമെന്റ്സ് വെച്ചിട്ടുള്ള ഗ്രൂപ്പ് ആക്കുക. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ ഇതാണ് അല്ലേ. 1 1 0 1 1 0 1 1 1 0.1001101. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. എങ്ങനെയാണ് നമ്മൾ ഇതിനെ 4ന്റെ ഗ്രൂപ്പ് ആക്കുക? ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പിൽ എലമെന്റ്സ് കുറവുണ്ട്. അപ്പോൾ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? 2 zeros വെച്ച് ഫില്ല് ചെയ്യാം. പിന്നെ അടുത്ത ഗ്രൂപ്പ് നോക്കൂ. ഇതാണ് 4ന്റെ ഒരു ഗ്രൂപ്പ്. ഇവിടെ 3 എലമെന്റ്സേ ഉള്ളൂ. ഒരു 0 കൂടി വെച്ച് ഫില്ല് ചെയ്യാം. യെസ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും. 0 0 1 1 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. 0 1 1 0 എന്ന് പറഞ്ഞാൽ 6 ആണ്. 1 1 1 0 എന്ന് പറഞ്ഞാൽ എന്താണ്? E ആണ്. 1 0 0 1 എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്കൂടെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. 1001 എന്ന് പറഞ്ഞാൽ 9 1010 എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഈ ടേബിൾ പഠിക്കുന്നവരെ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ കിട്ടിയല്ലോ 36E.9A. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സ്ട്രാ നമ്മൾ ഫില്ല് ചെയ്ത ബിറ്റുകളാണെന്ന് മനസ്സിലാക്കുക. അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ 36E.9A ആണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. 36E.9A എല്ലാവരും കണ്ടോ? അപ്പോൾ നമ്മൾ ഗിവൺ നമ്പറിന് നമ്മൾ 4ന്റെ ഗ്രൂപ്പാക്കി എക്സ്ട്രാ വരുന്ന പൊസിഷനിൽ സീറോസ് ഫില്ല് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? 7ാമത്തെ കൺവേർഷനും 8ാമത്തെ കൺവേർഷനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വെരി വെരി സിമ്പിൾ. 7ാമത്തെ കൺവേർഷനും 8ാമത്തെ കൺവേർഷനും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പറിനെ 3ന്റെ ഗ്രൂപ്പ് ആക്കിയാൽ ഒക്ടൽ കിട്ടും, 4ന്റെ ഗ്രൂപ്പ് ആക്കിയാൽ ഹെക്സാഡെസിമൽ കിട്ടും. 8 കൺവേർഷൻ നമ്മൾ പഠിച്ചു കേട്ടോ മക്കളെ. 8 കൺവേർഷൻസ് നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, നെക്സ്റ്റ്. അടുത്ത മെത്തേഡ് 4 ആണ്. ഇതാണ് എഴുതിയിരിക്കുന്നത്. മെത്തേഡ് 4 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ചെയ്തത് ബൈനറിയെ ഒക്ടലാക്കുന്നത്, അതുപോലെ തന്നെ ബൈനറിയെ ഹെക്സാഡെസിമൽ ആക്കുന്നത്. ഇതല്ല നമ്മൾ ചെയ്തത്. ബൈനറി ഒക്ടലാക്കുന്നതും ബൈനറി ഹെക്സാഡെസിമൽ ആക്കുന്നതും. ഇതങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒക്ടലിനെ ബൈനറി ആക്കുന്നതും ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കുന്നതും. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഒരു ഒക്ടലാണ്. ഈ ഒക്ടലിന് എന്താക്കണം? സോറി, ഇങ്ങനെയല്ലല്ലോ, ഒരു മിനിറ്റ്. ഇങ്ങനെയാണ്. ഒക്ടൽ കോമ ഹെക്സാഡെസിമൽ ടു ബൈനറി ആണ്. അത് ഒക്ടൽ തന്നിട്ടുണ്ട്, അതിനെ എന്താക്കണം? ബൈനറി ആക്കണം. അതുപോലെ തന്നെ നമുക്ക് ഹെക്സാഡെസിമൽ തന്നിട്ടുണ്ട്, അതിനെ എന്താക്കണം? ബൈനറി ആക്കണം. ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഒക്ടലിനെ ബൈനറി ആക്കുക അല്ലെങ്കിൽ ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കുക എന്ന് പറയുന്ന സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. റീപ്ലേസ് ഈച്ച് ഡിജിറ്റ് വിത്ത് 3 or 4 ബിറ്റ്. അപ്പോൾ നമുക്ക് ഒക്ടലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഓരോ 3 ബിറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ? അതായത് ഓരോ ബിറ്റും 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ ആണെങ്കിൽ ഓരോ ബിറ്റിനെയും 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. ഈ ഒരു ലോജിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൺവേർഷൻസ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കൺവേർഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ? ഈ കൺവേർഷൻ സ്ട്രാറ്റജി ഒന്ന് ചെയ്ത് നോക്കിയാലോ? വളരെ സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്റ്റെപ്സ് വളരെ സിമ്പിളാണ്. അപ്പോൾ എനിക്കൊരു ഒക്ടലിനെ ബൈനറി ആക്കണം എന്ന് വെച്ചോ. ഒക്ടലിനെ ബൈനറി ആക്കാൻ റീപ്ലേസ് ഈച്ച് ഒക്ടൽ ഡിജിറ്റ് വിത്ത് 3 ബിറ്റ്സ്. ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒക്ടലിനെ ബൈനറി ആക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ മക്കളെ, ഡൗട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കാൻ പറഞ്ഞാൽ റീപ്ലേസ് ഈച്ച് ഹെക്സാഡെസിമൽ ഡിജിറ്റ് വിത്ത് 4 ബിറ്റ്സ്. അപ്പോൾ ഓരോ ഒക്ടൽ നമ്പറും 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് ഒക്ടൽ ടു ബൈനറി കിട്ടി. ഓരോ ഹെക്സാഡെസിമൽ നമ്പറും 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഹെക്സാഡെസിമൽ ടു ബൈനറി, മറ്റേത് ഒക്ടൽ ടു ബൈനറി ആണ്. അപ്പോൾ ഒന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ നമുക്ക്? യെസ്. അപ്പോൾ ഈ 3 ബിറ്റ് എഴുതാന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ. 0 മുതൽ 7 വരെയുള്ള നമ്പർ എടുക്കുക. ഇതിന്റെ 3 ബിറ്റ് റെപ്രസെന്റേഷൻ എന്താണ്? ഇത് 000. ഇത് 001. ഇത് 010. ഇത് 011. 100. 101. 110. 111. ഇങ്ങനെയാണല്ലോ വരിക. യെസ്, ഇതാണല്ലോ കറക്റ്റ് ഫോം അല്ലേ? 3 ബിറ്റ് റെപ്രസെന്റേഷൻ. അപ്പോൾ 125.62 എന്ന് പറഞ്ഞാൽ 1-നെ 2-നെ 5-നെ അതുപോലെ 6-നെ 2-നെ ഇതിനൊക്കെ 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ.
അപ്പോൾ 125.62 എന്ന് പറയുന്നത് ഒരു ഒക്ടൽ നമ്പറാണ്. അതിനെന്താക്കണം? ബൈനറി ആക്കണം. അപ്പോൾ 1 എടുക്കുക. 1 എന്ന് പറഞ്ഞാൽ 001. 2 എടുക്കുക. 2 എന്താ? 010. 5 എടുക്കുക. 5 എന്ന് പറഞ്ഞാൽ 101. പോയിന്റ് 6 എടുക്കുക. 6 എന്ന് പറഞ്ഞാൽ 110. 2 എടുക്കുക. 010. നിങ്ങൾ നോക്കൂ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ്. കണ്ടോ? അപ്പോൾ ഗിവൺ ആയിട്ടുള്ള കറസ്പോണ്ടിങ് നമ്പർ എടുത്തു. ഈ നമ്പറിനെ 1001, 2010, 5101, 0.6110, 2 എന്ന് പറഞ്ഞാൽ 010. അപ്പോൾ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടലിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ കോൺസെപ്റ്റ് ഒക്ടലിൻ്റെ ഇക്വാലൻ്റ് ബൈനറി എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ഓരോ ഒക്ടൽ നമ്പറിനെയും 3 ബിറ്റ് ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കൺവേർഷൻ കിട്ടും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യെസ്. ഇനി അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത് കേട്ടോ. നോക്കണം എല്ലാവരും. 01 അപ്പോൾ 125 അല്ലേ? 1 എന്ന് പറഞ്ഞാൽ 001, 2 എന്ന് പറഞ്ഞാൽ 010, 5 എന്ന് പറഞ്ഞാൽ 101, 0.110, 0.010. നമുക്ക് വേണമെങ്കിൽ ആദ്യം അവസാനമുള്ള വൺസിനും സീറോസിനും കട്ട് ചെയ്യാം. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? അതായത് ഈ 00 നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഇതിന് വാല്യൂ ഒന്നും ഇല്ലല്ലോ. ഈ 0യും നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയല്ലോ, അത് മതി. യെസ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ. കൺവേർട്ട് 8A9.B4. 8A9.B4 എന്ന് പറയുന്നത് ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. അത് നമുക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? നമുക്ക് ഓൾറെഡി അറിയാം. ഈ കൺവേർഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റീപ്ലേസ് ഈച്ച് ഹെക്സാഡെസിമൽ ഡിജിറ്റ് വിത്ത് 4 ബിറ്റ്സ്. ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെയും നിങ്ങൾ 4 ബിറ്റായിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെയും നിങ്ങൾ 4 ബിറ്റായിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഇതാണ് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ 4 ബിറ്റായിട്ട് റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇതാണ് നമ്മുടെ നമ്പർ. എന്താണ്? 8A9.B4. നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 1000 ആണ് 8. A എന്ന് പറഞ്ഞാൽ 1010. 9 എന്ന് പറഞ്ഞാൽ 1001. പോയിന്റ് B എന്ന് പറഞ്ഞാൽ 1011. 4 എന്ന് പറഞ്ഞാൽ 0100. അപ്പോൾ നിങ്ങൾ നോക്കണേ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 ബിറ്റായിട്ട് റെപ്രസെന്റ് ചെയ്താൽ തെറ്റിപ്പോവും. എല്ലാം 4 ബിറ്റ്. ഇതാണ് 8, ഇതാണ് A, ഇതാണ് 9, ഇതാണ് B, ഇതാണ് 4. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫൈനലി കിട്ടി 1000, 1010, 1001, 0.1011, 0100. ദിസ് ഇസ് ഇക്വാലന്റ് ഫോം. ക്ലിയർ? ഇതാണ് നമ്മുടെ ഇക്വാലന്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എളുപ്പമല്ലേ? അപ്പോൾ ഇതാ 1000, 1010, 1001, 0.1011, 0100. ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ക്ലിയർ? അപ്പോൾ നമ്മളിപ്പോൾ എത്ര കൺവേർഷൻസ് മൊത്തം ചെയ്തു മക്കളെ? നമ്മൾ 9 കൺവേർഷൻസ് അല്ല ചെയ്തത്, 10 കൺവേർഷൻസ് നമ്മൾ ചെയ്തു അല്ലേ? 10 കൺവേർഷൻസ് ചെയ്തു. ഇനി 11ഉം 12ഉം 2 കൺവേർഷൻസും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. 2 കൺവേർഷൻസും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. അതാണ് മെത്തേഡ് 5 എന്ന് പറയുന്നത്. 5 മെത്തേഡുകളാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്കിവിടെ ചെയ്യാനുള്ളത് ഒക്ടലിനെ ഹെക്സാഡെസിമലായി കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഹെക്സാഡെസിമലിനെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യാനുള്ള എന്താ? ഒക്ടൽ തന്നിട്ടുണ്ട്, അതിന് ഹെക്സാഡെസിമൽ ആക്കണം. ഹെക്സാഡെസിമൽ തന്നിട്ടുണ്ട്, അതിന് ഒക്ടൽ ആക്കണം.
അപ്പോൾ ഇതിനൊരു ഡയറക്റ്റ് മെത്തേഡ് അവൈലബിൾ അല്ല. നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ ഒരു ഡയറക്റ്റ് മെത്തേഡ് അവൈലബിൾ അല്ല. ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ നമുക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ ടു ഒക്ടൽ ചെയ്യണം. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആക്കാൻ പറഞ്ഞാൽ ഒക്ടലിനെ നിങ്ങൾ ആദ്യം ബൈനറി ആക്കാം, ബൈനറി ഹെക്സാഡെസിമൽ ആക്കാം. സെയിം വേ ഹെക്സാഡെസിമലിനെ ഒക്ടൽ ആക്കാൻ പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് ഹെക്സാഡെസിമൽ ആണ്. ഈ ഹെക്സാഡെസിമൽ നമ്പറിനെ നിങ്ങൾ ആദ്യം എന്താക്കുക, ബൈനറി ആക്കുക. ഈ ബൈനറിയെ നിങ്ങൾ തിരിച്ചെന്താക്കുക, ഒക്ടൽ ആക്കുക. അപ്പൊ ഈ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്താൽ ഈ കൺവേർഷൻ ചെയ്യാം. അപ്പൊ എപ്പോഴും 2 സ്റ്റേജ് ആയിട്ടാണ് ഈ കൺവേർഷൻ നമ്മൾ ചെയ്യുന്നത്. ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആക്കാൻ പറഞ്ഞാൽ ഒക്ടലിനെ ബൈനറി ആക്കാം, ബൈനറി ഹെക്സാഡെസിമൽ ആക്കാം. ഹെക്സാഡെസിമലിനെ ഒക്ടൽ ആക്കാൻ പറഞ്ഞാൽ ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കാം, ബൈനറിയെ ആക്കാം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കൺവേർഷൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് കൺവേർഷൻ നമുക്ക് ചെയ്യാനുള്ളത് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. 11ാമത്തെ കൺവേർഷൻ. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ബൈനറി ആയിട്ട് കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് ഒക്ടലിനെ 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്താൽ അത് എന്തായി, ബൈനറി ആയി. പിന്നെ എന്ത് ചെയ്യണം, ഗ്രൂപ്പിംഗ് ദി ബൈനറി ഡിജിറ്റ്സ് ഇൻ ടു സെറ്റ് ഓഫ് 4 ബിറ്റ്സ്. നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ബൈനറി ഡിജിറ്റിനെ 4 ബിറ്റിന്റെ സെറ്റ് ആക്കി മാറ്റണം. ആൻഡ് കൺവേർട്ട് ഈച്ച് 4 ബിറ്റ് ഗ്രൂപ്പ് ഇൻ ടു ഹെക്സാഡെസിമൽ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആക്കി മാറ്റാൻ പറഞ്ഞാൽ ആദ്യം ഒക്ടലിനെ ബൈനറി ആക്കണം, ഈ ബൈനറിയെ തിരിച്ച് ഹെക്സാഡെസിമൽ ആക്കണം. ഈ മെത്തേഡ് അറിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. 615.25 എന്നുള്ളത് ഒരു ഒക്ടൽ നമ്പറാണ്. അത് നമുക്ക് ഹെക്സാഡെസിമൽ ആക്കി മാറ്റണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ് എന്താ, 612.25 എന്നുള്ള നമ്പറിനെ ഇത് ഒരു ഒക്ടൽ നമ്പറാണ്. ഇതിനെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഈ ബൈനറിയെ നമ്മൾ ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 615 ആണ് അല്ലേ, 615.25 എന്നുള്ള നമ്പർ എടുക്കാം. 615.25 എന്നുള്ള നമ്പറിനെ ആദ്യം ബൈനറി ആക്കാം, ബൈനറിയെ ഹെക്സാഡെസിമൽ ആക്കാം. അപ്പൊ എങ്ങനെ ചെയ്യാം, 615.25 നമ്മൾ ബൈനറി ആക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. 6 എന്നുള്ളത് എന്താ, നമുക്ക് ഈ ടേബിൾ റെഫറൻസ് ആയിട്ട് ശരിക്കും എടുക്കണം കേട്ടോ. നമുക്ക് ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കാം. സോറി, ജസ്റ്റ് എ മൊമെന്റ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതാണല്ലോ. അറുന്നൂറ്റി 15.28 എന്നുള്ള നമ്പറിനെ എനിക്ക് എന്താക്കണം, ബൈനറി ആക്കണം. അപ്പോൾ ഞാൻ അതിന്റെ ബൈനറി ടേബിൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്ങനെ ബൈനറി ടേബിൾ വരിക, 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 ഇത്രയും നമ്പേഴ്സ് ആണല്ലോ. ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7. അപ്പോൾ എങ്ങനെ ഇതിനെ നമ്മൾ ബൈനറിയെ കൺവേർട്ട് ചെയ്യുക? ബൈനറിയെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 6 എന്നുള്ളത് എന്താ, 1 1 0, 1 എന്നുള്ളതോ 0 0 1, 5 എന്നുള്ളതോ 1 0 1, പോയിന്റ്
2 എന്നുള്ളതോ 0 1 0, 5 എന്നുള്ളതോ 1 0 1. ഇതാണ് ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി. മനസ്സിലായല്ലോ? ഈ ബൈനറിയെ നമ്മൾ തിരിച്ച് ഹെക്സാഡെസിമലാക്കി മാറ്റണം. എങ്ങനെ ഇതിനെ ഹെക്സാഡെസിമലാക്കി മാറ്റുക? അപ്പോൾ നമുക്കിവിടെ കിട്ടി 1 1 0 0 0 1 1 0 1 പോയിന്റ് 0 1 0 1 0 1. ഓക്കെ, ഇതൊരു ബൈനറിയാണ്. ഇതിനെ തിരിച്ച് നിങ്ങൾ എന്താക്കണം? ഹെക്സാഡെസിമലാക്കണം. അപ്പോൾ ആദ്യം ഒക്ടൽ തന്നിട്ടുണ്ട്. ഒക്ടലിനെ നിങ്ങൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത ഒക്ടലിനെ നമുക്ക് ഹെക്സാഡെസിമലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ജസ്റ്റ് എ മൊമെന്റ്. നാലിൻ്റെ ഗ്രൂപ്പ് ആക്കാം അല്ലേ? യെസ്, 4ൻ്റെ ഗ്രൂപ്പ് ആക്കാന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്. ഇവിടെ സീറോസ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യണം അല്ലേ, എക്സ്ട്രാ പൊസിഷനിൽ. പിന്നെ ഇത് അടുത്ത ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പിലും 2 എലമെൻറ്റ്സ് ഉള്ളൂ. ഇവിടെ സീറോസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കിട്ടി 0 0 0 1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, ഇത് 8 ആണ്. 1 1 0 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് 1 1 0 1 ഡി ആണ്. നിങ്ങൾക്ക് ആ ടേബിൾ റെഫറൻസ് ആയിട്ട് എടുക്കാം കേട്ടോ. പോയിന്റ് 0 1 0 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 0 1 0 0 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 18D.54 വരിക. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ബൈനറിയെ തിരിച്ച് ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ കോൺസെപ്റ്റ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ ആണ്. ഹെക്സാഡെസിമൽ ടു ഒക്ടൽ. ഹെക്സാഡെസിമൽ ടു ഒക്ടൽ ഇതേപോലെ തന്നെയാണ്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഹെക്സാഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഈച്ച് ഹെക്സ ഡിജിറ്റിനെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യണം. ഗ്രൂപ്പ് ഓഫ് ദി ബൈനറി ഡിജിറ്റ്സ് ആർ സെറ്റ് ഓഫ് 3 ബിറ്റ്സ് ആൻഡ് കൺവേർട്ട് ഈച്ച് 3 ബിറ്റ് ഗ്രൂപ്പ് ഇൻ ടു ഒക്ടൽ. ഈ 3 ബിറ്റ് നമ്മൾ തിരിച്ച് ഒക്ടലായിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ടേബിൾ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് BC66.AF എന്നുള്ള നമ്പറിനെ ഹെക്സാഡെസിമലിനെ ഒക്ടലാക്കി മാറ്റണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമലിനെ നമ്മൾ എന്താക്കണം? ബൈനറി ആക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമലിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ബൈനറിയെ തിരിച്ച് ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതല്ല ചെയ്യേണ്ടത്? യെസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നോക്കണേ. BC66 ആണ്. ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ബി എന്ന് പറഞ്ഞാൽ 1011 ആണ്. ഈ ടേബിൾ നോക്കൂ. സി എന്ന് പറഞ്ഞാൽ 1100 ആണ്. 6 എന്ന് പറഞ്ഞാൽ 0110 ആണ്. വീണ്ടും 6 എന്ന് പറഞ്ഞാൽ 0110 ആണ്. പോയിന്റ് എ എന്ന് പറഞ്ഞാൽ 1010 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ 1111 ആണ്. എ എന്ന് പറഞ്ഞാൽ 1010 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ 1111 ആണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ബൈനറി അല്ലേ? ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ബൈനറിയെ തിരിച്ച് നമ്മൾ എന്താക്കണം? ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ നമ്പർ ഒന്നും കൂടി നമ്മൾ ഇങ്ങോട്ട് എഴുതണം അല്ലേ? 10 11 11 00 0110 0110 പോയിന്റ് 1010 1111. അങ്ങനെയാണല്ലോ. ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് നമ്പർ. ഇതിനെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 3ൻ്റെ ഗ്രൂപ്പ് ആക്കാം. 3ൻ്റെ ഗ്രൂപ്പ്. സോ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, ഇത് തേർഡ് ഗ്രൂപ്പ്, ഇത് ഫോർത്ത് ഗ്രൂപ്പ്, ഇത് ഫിഫ്ത്ത് ഗ്രൂപ്പ്. അടുത്ത എലമെന്റ്സിൽ 2 0 വെച്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. ശരിയല്ലേ? ഇനി നോക്കൂ, ഫ്രാക്ഷൻ ശേഷം ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്,
ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പിൽ എക്സ്ട്രാ ഒരു 0 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ വാല്യൂ കിട്ടി 1 3. ഇത് 1, ഇത് 3, ഇത് 6, ഇത് 1, ഇത് 4, ഇത് 6, ഇത് 5, ഇത് 3, ഇത് 6. അപ്പോൾ എന്ത് കിട്ടി? 1 3 6 1 1 3 6 1 4 6.536. വലിയൊരു നമ്പറാണ്. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ. അപ്പോൾ 13614 അപ്പോൾ നമ്മളിവിടെ ചെയ്ത പ്രോസസ്സ് വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. ഈ ബൈനറിയെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്തു. ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കോൺസെപ്റ്റ് എന്താ ചെയ്തതെന്ന് അല്ലേ? യെസ്. അപ്പോൾ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സമ്മറി നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു ബേസിക് സമ്മറി അല്ലേ? ഇതിൻ്റെ സമ്മറി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കിയാലോ? യെസ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഡെസിമലിനെ ബൈനറി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഫ്രാക്ഷൻ പാർട്ട് ഉണ്ടെങ്കിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഡെസിമലിനെ ഒക്ടലാക്കാൻ പറഞ്ഞാൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡെസിമലിനെ ഹെക്സാഡെസിമൽ ആക്കാൻ പറഞ്ഞാൽ 16 വെച്ച് ഡിവൈഡ് ചെയ്യാം. ബൈനറി ഡെസിമൽ ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? ബൈനറി ഡെസിമൽ ആക്കാൻ പറഞ്ഞാൽ 2 എന്നുള്ള പൊസിഷണൽ വെയിറ്റിൽ ബൈനറിനെ എഴുതിയിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ബൈനറി ഒക്ടലാക്കാൻ പറഞ്ഞാൽ 3ന്റെ ഗ്രൂപ്പ് ആക്കുക. ബൈനറി ഹെക്സാഡെസിമൽ ആക്കാൻ പറഞ്ഞാൽ 4ന്റെ ഗ്രൂപ്പ് ആക്കുക. ഒക്ടലിനെ ബൈനറി ആക്കാൻ പറഞ്ഞാൽ ഓരോ ഡിജിറ്റും 3 ബിറ്റ് റെപ്രസെന്റ് ചെയ്യാം. ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കാൻ പറഞ്ഞാൽ ഓരോ എക്സിനെയും 4 ബിറ്റ് റെപ്രസെന്റ് ചെയ്യാം. ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആക്കാനോ ഹെക്സാഡെസിമലിനെ ഒക്ടൽ ആക്കാനോ പറഞ്ഞാൽ എന്ത് ചെയ്യാം? ആദ്യം ഈ കറസ്പോണ്ടിങ് ഫോമിനെ ബൈനറി ആക്കുക. ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആക്കാൻ പറഞ്ഞാൽ ഒക്ടലിനെ ബൈനറി ആക്കിയിട്ട് ബൈനറിനെ ഹെക്സാഡെസിമൽ ആക്കാം. ഹെക്സാഡെസിമലിനെ ഒക്ടൽ ആക്കാൻ പറഞ്ഞാൽ ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കിയിട്ട് ആ ബൈനറിനെ ഒക്ടൽ ആക്കാൻ പറയാം. അപ്പോൾ ഈ സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പർ സിസ്റ്റംസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള ഹോംവർക്കുകൾ തരാം. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. കോമൺ ആയിട്ടുള്ള അപ്പോൾ വർക്കൗട്ട് ചെയ്യണേ നിങ്ങൾ നിർബന്ധമായിട്ടും. 1A 56.F3 ഇതൊരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ഇതിനെ ഒക്ടലാക്കുക, ഡെസിമൽ ആക്കുക, ബൈനറി ആക്കുക. ചെയ്യില്ലേ? യെസ്. നെക്സ്റ്റ് 374.401 ഇതൊരു ഒക്ടലാണ്. ഇതിനെ ഹെക്സാഡെസിമൽ ആക്കുക, ഡെസിമൽ ആക്കുക. ഇനി 10.11110.101 ഇതൊരു ബൈനറിയാണ്. ഈ ബൈനറി നമുക്ക് എന്താക്കാം? ഡെസിമൽ ആക്കാം, ഹെക്സാഡെസിമൽ ആക്കാം. അപ്പോൾ ഈ കൺവേർഷൻ നിങ്ങളൊന്ന് സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഇടാം. 149.37 എന്നുള്ള ഡെസിമൽ എടുക്കാം. ഈ ഡെസിമലിനെ നിങ്ങൾ ഒക്ടലാക്കണം, ഹെക്സാഡെസിമൽ ആക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ പറയാനുള്ളത്. നമ്പർ സിസ്റ്റം എന്നുള്ള ഒരു മേജർ പോർഷൻ നമ്മളിപ്പോൾ കവർ ചെയ്തു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന്ന് ഷുവറായിട്ട് ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക.
എന്നിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു പോർഷൻ ഇപ്പോൾ കവറായി, നമ്പർ സിസ്റ്റം. താങ്ക് യു.